قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. സ്വജീവിതം കൊണ്ട് പ്രവാചക തിരുമേനിയെ സ്നേഹിച്ച് ചരിത്രത്തിന്റെ ഇന്നലകളെ ദീപ്തമാക്കിയ ബിലാലിന്റെയും അമ്മാറിന്റെയും മാർഗമാണോ ഇതെല്ലാം? അവരെ നാഥൻ അനുഗ്രഹിക്കട്ടെ. ഉണ്ണി മുഹമ്മദും പുൽക്കൂടും നഗരവീഥികളെ വാഹനക്കുരുക്കിലാക്കി കടന്നുപോകുന്ന ഘോഷയാത്രകളും എവിടെ നിന്ന് കിട്ടി സമുദായത്തിന്? സുഹൃത്തേ, ഇതുമായി താങ്കൾക്ക് ബന്ധമുണ്ടോ? ഇത്തവണയും താങ്കൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ? ഈ മധുരമിഠായിക്ക് സന്തോഷത്തിന്റെ രുചിയുണ്ടോ? നോക്കൂ, ഇതിന്റെ പ്രാമാണിക തലം നാം പഠിച്ചേ തീരൂ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ പേരിൽ റബീഉൽ അവ്വൽ 12 പ്രഭാതത്തിൽ പുത്തൻ വസ്ത്രം ധരിച്ച് തോരണങ്ങൾ തൂക്കി കാതിന് ഇമ്പം പകരുന്ന ഗാനങ്ങളുമായി തെരുവിൽ ആരവമുയരുമ്പോൾ, സുഹൃത്തേ, ഈ ആരവങ്ങൾ തിരുദൂതരുടെ മരണം ആഘോഷിക്കാനാണോ അതോ ജനനം ആഘോഷിക്കാനാണോ? അറിയുക, ഇവിടെ ആഘോഷിക്കുന്നത് ജനനമല്ല, മരണമാണ്. ദഫിന്റെ താളവും സ്കൗട്ടിന്റെ ക്രമവും ചെന്നെത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണനിമിഷങ്ങളുടെ ആഘോഷമായിട്ടാണ്. കാരണം റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണോ എന്നതിൽ വിവിധ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട്. എല്ലാ സമസ്ത ഗ്രൂപ്പുകളും അംഗീകരിക്കുന്ന കർമ്മശാസ്ത്ര സരണിയിൽ എഴുതിയത് കാണുക. റബീഉൽ അവ്വൽ 8 തിങ്കളാഴ്ച രാവ് പകുതിയായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചു. റബീഉൽ അവ്വൽ 2 രാവിലാണെന്നും 10 രാവിലാണെന്നും 12 17 18 അഭിപ്രായ വ്യത്യാസമുണ്ട്. അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിൽ ഇതെല്ലാം പ്രസ്താവിച്ചിരിക്കുന്നു. ഇതിൽ 8 രാവിലാണെന്ന അഭിപ്രായത്തെയാണ് ഹദീസ് പണ്ഡിതന്മാർ ബലപ്പെടുത്തിയിട്ടുള്ളത്. ചരിത്ര പണ്ഡിതരും ഈ അഭിപ്രായത്തിൽ ഏകോപിച്ചിട്ടുണ്ട് എന്ന് മഹാനായ ഖസ്തുല്ലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. അതേ സന്ദർഭത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ ദിവസമാണ്, ലോകത്തോട് അദ്ദേഹം യാത്ര പറഞ്ഞ ദിവസമാണ് റബീഉൽ അവ്വൽ 12 തിങ്കൾ എന്നതിൽ ഒരു തർക്കവുമില്ല. നബാത്തി ഖുതുബ പരിഭാഷയിലെ ഈ വരികൾ നോക്കൂ. ഇതുപോലുള്ള ഒരു മാസത്തിലാണ് അവിടുന്ന് വഫാത്തായത്. അതാ മലക്കുകൾ വന്നു ആത്മാവിനെ പിടിക്കുവാൻ തുടങ്ങി. അതിന്റെ കാഠിന്യത്താൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടയുകയായിരുന്നു. നെറ്റിത്തടം വിയർത്തൊലിച്ചു. തന്റെ വിടവാങ്ങൽ അവിടുന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ പേരക്കിടാങ്ങൾ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹു വിലപിക്കുകയായിരുന്നു. സ്വാഭാവികമായും ഇവിടെ സംഭവിക്കുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാത്ത ഒരാചാരത്തിലൂടെ, ഒരനുഷ്ഠാനത്തിലൂടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അവരുടെ മടിയിൽ കിടന്ന് ലോകത്തോട് പ്രവാചകൻ യാത്ര പറയുന്നത് ഏകദേശം ളുഹാ നമസ്കാരത്തോടടുക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. മുസ്ലിം സമുദായം പ്രവാചക ജന്മദിനത്തിൻ്റെ പേരിൽ ആഘോഷങ്ങളും വാദ്യമേളങ്ങളുമായി അങ്ങാടിയിലിറങ്ങുന്നതും അവർ ആഘോഷങ്ങളുടെ ആർത്തിരമ്പലുകളിലേക്കും ആഹ്ലാദത്തിലേക്കും പൂത്തിരി കത്തിക്കലുകളിലേക്കും എത്തിച്ചേരുന്നതും തീർച്ചയായും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തോട് യാത്ര പറയാൻ ഒരുങ്ങുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അന്തിമ നിമിഷങ്ങൾ ആയിഷ ബീവിയുടെ കുടിലിൽ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് എന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്. ഇവിടെ താങ്കൾ പ്രവാചകൻ്റെ ജന്മദിനമല്ല യഥാർത്ഥത്തിൽ ആഘോഷിക്കുന്നത്, അവിടുത്തെ മരണത്തിൻ്റെ അവസാനത്തെ മിനിറ്റുകളാണ് ആഘോഷിക്കുന്നത് എന്ന കാര്യം മറക്കാതിരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലെ അപ്പോഴത്തെ സ്ഥിതി എന്തായിരിക്കും? 10-23 കൊല്ലം ആത്മീയ ആചാര്യനായി അതിലേറെ ചുരുങ്ങിയ കാലഘട്ടം അവരുടെ ഭരണപരമായ നേതൃത്വം വഹിച്ച്, പിതാവിനെ പോലെ ഉപദേശിച്ച്, സൈന്യാധിപനെ പോലെ ശാസിച്ച്, ഒരു ഭരണാധികാരിയുടെ എല്ലാ വൈഭവങ്ങളും പ്രകടിപ്പിച്ച്, അവരുടെ കൂട്ടുകാരിൽ ഒരാളായി അവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവർക്ക് ആശ്വാസത്തിൻ്റെ തുരുത്തുകളേകിയ ഒരു മനുഷ്യൻ, ഒരു മഹാനായ മനുഷ്യൻ, വഹയിൻ്റെ പിൻബലമുള്ള പ്രവാചകൻ ലോകത്തോട് യാത്ര പറയുന്ന നേരം മുഴുവൻ കണ്ണുകളും നിറയുകയാണ്. അവരുടെ ഹൃദയം വേദന കൊണ്ട് ഒഴുകുന്ന നേരത്ത്
നമ്മൾ ആവേശത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദഫ്മുട്ടുമ്പോൾ ആ ദഫ്മുട്ടുകൾ ചെന്നെത്തുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണവേളയുടെ ആഘോഷമായിട്ടാണ് എന്ന കാര്യം മറക്കാതിരിക്കുന്നത് നമുക്ക് കൂടുതൽ ഗുണപ്രദമായിരിക്കും. ഇവിടെ റബീഉൽ അവ്വൽ 12-നും റബീഉൽ അവ്വൽ മാസത്തിനും എന്തെങ്കിലും അർത്ഥത്തിലുള്ള പ്രാധാന്യം ഇസ്ലാം നൽകിയിട്ടുണ്ടോ എന്ന ഒരു ചെറിയ പരിശോധനയിലൂടെ കാലഘട്ടങ്ങളായി നിലനിൽക്കുന്ന ഈ തർക്കത്തിന് പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. വിശുദ്ധ ഖുർആനിലേക്ക് തർക്കങ്ങളെ മടക്കുക, പ്രവാചകനിലേക്ക് തർക്കങ്ങളെ മടക്കുക, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആദ്യമായി ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്ത സലഫിൻ്റെ മുൻഗാമികളുടെ സ്വഹാബത്തിൻ്റെ വീക്ഷണഗതികൾ സ്വീകരിക്കുക എന്ന പരിഹാരത്തിൻ്റെ ഫോർമുല അംഗീകരിക്കുന്ന ആർക്കും റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകതയുണ്ടോ, റബീഉൽ അവ്വൽ 12-ന് പ്രത്യേകതയുണ്ടോ എന്ന പരിശോധന ഒരിക്കലും ദുഷ്കരമാവുകയില്ല. വിശുദ്ധ ഖുർആനിലൂടെ കടന്നെത്തുമ്പോൾ മാസങ്ങളെ സംബന്ധിച്ചും മാസങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ചും മാസങ്ങളിൽ മഹത്വമുള്ള മാസങ്ങളെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ നടത്തിയ വളരെ കൃത്യമായ പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന ഇദ്ദതശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ മിൻഹാ അർബഅതുൻ ഹുറും ذلك الدين القيم فلا تظلموا فيهن أنفسكم. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ദിവസം അല്ലാഹു രേഖപ്പെടുത്തിയതനുസരിച്ച് അല്ലാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. അവയിൽ 4 യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങളാകുന്നു. അതാണ് വക്രതയില്ലാത്ത മതം. അതിനാൽ ആ 4 മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത്. ഈ 4 റബീഉൽ അവ്വൽ ഉണ്ടോ? ഈ 4 ഏതാണ് എന്ന പരിശോധന വിശുദ്ധ ഖുർആനിലൂടെ ഒരാൾ അന്വേഷിക്കുമ്പോൾ ആ 4 മാസങ്ങളുടെ പേര് ഏതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. പക്ഷേ സുമ്മ ഇന്ന അലൈന ബയാന, ഖുർആനിനെ വ്യാഖ്യാനിക്കേണ്ടത് അള്ളാഹു തന്നെയാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ വിശദീകരിക്കുകയും ചെയ്തത് ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ സഹീഹുൽ ബുഖാരിയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും കാലം എന്ന് പറയുന്നത് ഇസ്തദാറക ഹൈഅതിഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ പടച്ച അന്ന് മുതൽക്ക് മാസങ്ങൾ, വർഷങ്ങൾ, കാലഘട്ടങ്ങൾ അത് കൃത്യമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മാസങ്ങളെപ്പറ്റി കൃത്യമായി പറഞ്ഞു. അവിടെ റബീഉൽ അവ്വൽ ഇല്ല, മുഹറം, ദുൽഖഅദ, ദുൽഹിജ്ജ, റജബ് പോലെയുള്ള മാസങ്ങളായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് കൃത്യമായി അവിടെ എണ്ണുന്നു. അപ്പോൾ ആ മഹത്തരമായ 4 മാസങ്ങളിൽ റബീഉൽ അവ്വൽ മാസത്തെ നമ്മൾ കാണുന്നില്ല. ഇനി മാസങ്ങളുടെ കാര്യത്തിൽ മഹത്വം പറഞ്ഞ മറ്റൊരു മാസം ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതി മിനൽ ഹുദാ വൽ ഫുർഖാൻ, മനുഷ്യർക്ക് മാർഗദർശനം വിശദീകരിക്കുവാനും അവർക്ക് വെളിച്ചം പകരുവാനും വേണ്ടി പടച്ച തമ്പുരാൻ ഇറക്കിയ മഹത്തായ വേദഗ്രന്ഥം ഇറക്കിയ മാസം റമളാൻ മാസം. ആ റമളാൻ മാസമാണ് മഹത്വരകമായ മറ്റൊരു മാസമായി പരിഗണിച്ചിട്ടുള്ളത്. അവിടെയും നമുക്ക് റബീഉൽ അവ്വൽ മാസത്തെ യഥാർത്ഥത്തിൽ കാണാൻ സാധിക്കുന്നില്ല. ഇനി മാസങ്ങളുടെ, ദിവസങ്ങളുടെ, സമയത്തിൻ്റെ, സ്ഥലങ്ങളുടെ ഒക്കെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ മഹത്വം ഹദീസുകളിൽ കാണാം. ചില സ്ഥലങ്ങളുടെ മഹത്വം, മിനയുടെ മഹത്വം കാണാം. അതേപോലെ മഖാമു ഇബ്രാഹിമിൻ്റെ മഹത്വം കാണാം. ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുടെ, വ്യക്തികളുടെ, സമയങ്ങളുടെ ഒക്കെ മഹത്വം പറഞ്ഞിട്ടും നന്മകളും ഫലായിലുകളും വിശദീകരിക്കുവാൻ വേണ്ട പ്രത്യേക അധ്യായങ്ങൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിട്ടും റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ഏതെങ്കിലും നിലക്കുള്ളൊരു പ്രാധാന്യം സ്വഹീഹായ ഹദീസിലോ പ്രവാചകൻ്റെ ചര്യയിലോ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല സ്വഹാബത്ത്, ലക്ഷക്കണക്കിന് സ്വഹാബത്ത് ഉണ്ടായിട്ട് ആ സ്വഹാബത്തിൽ ഒരു സ്വഹാബിയും ഈ റബീഉൽ അവ്വൽ മാസത്തിന് മഹത്വം കാണുകയോ റബീഉൽ അവ്വൽ 12-ന് പ്രാധാന്യം കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നതും ഏറെ പ്രസക്തമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. പിന്നെ അവർക്കൊന്നും പ്രാധാന്യമില്ലാത്ത, അവരൊന്നും പ്രസക്തമായി കാണാത്ത, ഒരു ചൊല കാരക്കെങ്കിലും ഏറെ കൊടുക്കാത്ത, ഒരു അരസ്വലാത്തെങ്കിലും ഏറെ ചൊല്ലാത്ത, ഏതെങ്കിലും നിലക്കുള്ളൊരു കർമ്മങ്ങളിൽ അവരിടപെടാത്ത ഒരു മാർഗത്തിലൂടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ അത് സൂക്ഷിച്ചുകൊണ്ട് വേണം ചെയ്യാൻ എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണോ ചര്യയാക്കിയത് അതാണ് നമുക്കുള്ള വഴി.
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷം ജീവിച്ചതിൽ ഏറ്റവും ചുരുങ്ങിയത് 22 റബീഉൽ അവ്വലുകളെങ്കിലും കഴിഞ്ഞുപോയി. ആ 22 റബീഉൽ അവ്വലുകളിൽ 20 പോയിട്ട് 2 പോയിട്ട് 1 പോയിട്ട് ഒരു നിമിഷമെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആചരിക്കുകയോ ആചരിക്കാൻ ആവശ്യപ്പെടുകയോ ഇന്ന് കാണുന്ന കാര്യങ്ങളോ ഇന്ന് കാണുന്ന കാര്യങ്ങളിലേക്ക് എത്താവുന്ന വിധമുള്ള ഏതെങ്കിലും സൂചനകളോ 10 ചെമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ബിരിയാണി വെച്ച് വിളമ്പണ്ട, നേരെ മറിച്ച് അരച്ചുള കാരക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തതില്ല. ഇതിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട്, ഇതിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സ്വഹാബത്തോ താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ ആരും ചെയ്തതില്ല എന്നത് കൂടുതൽ പഠനങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നൊരു യാഥാർത്ഥ്യമാണ്. ഓർക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആചരിച്ചു കൊണ്ടിരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമല്ല, മറിച്ച് ജന്മദിനം എന്നാണെന്നതിൽ വ്യത്യസ്തമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരിക്കെ വഫാത്തായ ദിവസം റബീഉൽ അവ്വൽ 12 തിങ്കളാണെന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ലാതിരിക്കെ ആ ളുഹാ നമസ്കാരത്തോടടുത്ത സമയത്ത് ആകാശലോകവും ഭൂമിലോകവും തമ്മിലുള്ള കണ്ണിമുറിഞ്ഞ് ലോകത്തിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പറയുന്ന വേള ദഫടിച്ചും സ്കൗട്ടടിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും ആഘോഷിക്കുന്നവരാവണോ എന്നത് വീണ്ടും ആലോചിക്കാൻ നമ്മൾ ഓരോരുത്തരും നേരം കണ്ടെത്തുക. ഖുലഫാഉർ റാഷിദീങ്ങളുടെ വഴി സ്വീകരിച്ചോളൂ എന്ന് പ്രവാചക തിരുമേനി പറഞ്ഞതായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെടുകയും പ്രവാചകനെ ഇഷ്ടപ്പെടുകയും ചെയ്ത 4 ഖലീഫമാർ. പ്രവാചകൻ്റെ വിയോഗാനന്തരം ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത 1-ാമത്തെ വ്യക്തി, സ്വർഗത്തിലേക്ക് മനുഷ്യരിൽ നിന്ന് ആദ്യമായി പ്രവേശിക്കുന്ന വ്യക്തികളിൽ ഒരാൾ. അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കാലഘട്ടം 2 വർഷവും 3 മാസവും 10 ദിവസവും ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് അദ്ദേഹം ഏറ്റെടുത്തു. 2 റബീഉൽ അവ്വലുകൾ കടന്നുപോയി. പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമായി ഒരു തോരണം അദ്ദേഹം കെട്ടിയില്ല. പ്രവാചകനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായി പ്രവാചകൻ്റെ ജന്മദിനം കൊണ്ടാടിയില്ല. മദീനയിലെ ചെറിയ കുട്ടികളെ കൊണ്ട് പ്രവാചക ജന്മദിനം എന്ന് പറഞ്ഞ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചില്ല. എന്നാൽ അവരെല്ലാം പ്രവാചകനെ സ്നേഹിച്ചിരുന്നു എന്നതിൽ വിശ്വാസികൾക്ക് യാതൊരു സംശയവുമില്ല. ആ സ്നേഹം പ്രവാചകൻ പഠിപ്പിച്ച പോലെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നതായിരുന്നു. ശേഷം ഖലീഫ ഉമറിൻ്റെ കാലഘട്ടമെത്തി. 10 വർഷമാണ് അദ്ദേഹം ഇസ്ലാമിൻ്റെ ഭരണാധികാരം ഏറ്റെടുത്തത്. ലോകത്തിൻ്റെ പല ദിക്കുകളിലും ഇസ്ലാം എത്തി. 10 റബീഉൽ അവ്വലുകൾ കടന്നുപോയി. പക്ഷേ അവരാരും പ്രവാചകൻ്റെ ജന്മദിനം കൊണ്ടാടിയില്ല. നബിയുടെ ജന്മദിനം കൊണ്ടാടലാണ് പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമെന്ന് അവരാരും മനസ്സിലാക്കിയില്ല. എന്നാൽ അവരെല്ലാം സ്വർഗാവകാശികളാണ് എന്ന് പ്രവാചകൻ്റെ തിരുനാവ് കൊണ്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും പ്രവാചകനെ സ്നേഹിച്ചതിൻ്റെ രൂപം. പ്രവാചകൻ്റെ മരണവാർത്തയറിഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ പ്രതികരിച്ച ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. തൗറാത്തിൻ്റെ ഏടുകൾ വാങ്ങാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോയ പോലെ പ്രവാചകൻ പോയതാണ്. അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ തലയെടുക്കുമെന്ന് വളരെ അസ്വസ്ഥനായി പറഞ്ഞ ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സൗർ ഗുഹയിലേക്കുള്ള യാത്രയിൽ പ്രവാചകനെ മദീനയിലേക്ക് ഹിജറ പോകുന്നതിൻ്റെ ഭാഗമായി പ്രവാചകൻ്റെ മുന്നിൽ കുറേ ദൂരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടക്കും. പിന്നെ കുറേ ദൂരം അദ്ദേഹം പിന്നിൽ നടക്കും. വീണ്ടും അദ്ദേഹം മുന്നിൽ നടക്കും. വീണ്ടും അദ്ദേഹം പിന്നിൽ നടക്കും. പ്രവാചക തിരുമേനി ചോദിച്ചു, അബൂബക്കർ, എന്താണ് താങ്കൾ കാണിക്കുന്നത്? പ്രവാചകരെ, ഞാൻ മുന്നിൽ നടക്കുമ്പോൾ ആരെങ്കിലും താങ്കളെ പിന്നിൽ നിന്ന് ആക്രമിച്ചാലോ, ഞാൻ പിന്നിൽ നടക്കുമ്പോൾ ആരെങ്കിലും താങ്കളെ മുന്നിൽ നിന്ന് ആക്രമിച്ചാലോ? അത്ര സ്നേഹമായിരുന്നു അവർക്ക്. എന്നിട്ടും സഹോദരങ്ങളെ, വിശ്വാസികളെ, അവരാരും പ്രവാചകൻ്റെ ജന്മദിനം കൊണ്ടാടിയില്ല. നമുക്കാർക്കെങ്കിലും പറയാൻ സാധിക്കുമോ അബൂബക്കർ സിദ്ദീഖിനും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് സ്നേഹമില്ലെന്ന്? പിന്നെ പ്രവാചകൻ്റെ മകൾ ഫാത്തിമയെ കല്യാണം കഴിച്ച അലി ഇബ്നു അബി ത്വാലിബ്, പ്രവാചകൻ്റെ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ച് സവിശേഷമായ സ്ഥാനം കിട്ടിയ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഒരു വ്യാഴവട്ടക്കാലമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ ഖിലാഫത്ത് ഏറ്റെടുത്തത്. 12 വർഷം. 12 റബീഉൽ അവ്വൽ കടന്നുപോയി. പ്രവാചകൻ്റെ മുടിയിട്ട തിരുകേശമിട്ട വെള്ളം വിതരണം ചെയ്യുകയോ, പ്രവാചകൻ്റെ ജന്മദിനം കൊണ്ടാടുകയോ, അതിൻ്റെ ഭാഗമായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയോ, ഇതാണ് പ്രവാചക സ്നേഹമെന്ന് അവരാരും പറഞ്ഞില്ല. 6 വർഷക്കാലം അലി ഇബ്നു അബി ത്വാലിബ് ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു. അവരും പ്രവാചകൻ്റെ ജന്മദിനം കൊണ്ടാടിയില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസങ്ങളിലോ പ്രമാണങ്ങളിലോ ഖുലഫാഉർ റാഷിദീങ്ങൾ പ്രവാചകൻ്റെ ജന്മദിനം കൊണ്ടാടൽ പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അവരെല്ലാവരും പ്രവാചകനെ അഗാധമായി സ്നേഹിച്ചു. അവരെക്കാൾ
അവർ ആ പ്രവാചകനെ അനുധാവനം ചെയ്തു. എല്ലാ അർത്ഥത്തിലും ആ പ്രവാചകൻ പഠിപ്പിച്ചത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോയി. എന്തുകൊണ്ട് അത്തരമൊരു അന്വേഷണം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുമായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, അവരുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ടാണ് പ്രവാചക തിരുമേനി ഈ ലോകത്തോട് വിട പറഞ്ഞത്. പ്രവാചകൻ്റെ വിയോഗാനന്തരം ഏറെക്കുറെ ചരിത്രത്തിലെ 48 വർഷക്കാലത്തോളം ആയിഷ ബീവി പിന്നെ ജീവിക്കുന്നുണ്ട്. അഥവാ 10-40 വരുന്ന റബീഉൽ അവ്വലുകൾ അവരുടെ മുമ്പിലൂടെ കടന്നുപോയി. അവർ തോരണങ്ങൾ ചാർത്തിയില്ല. അവരന്ന് പ്രത്യേകമായ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചില്ല. അവരാരും അന്ന് ചെറിയ പെരുന്നാളിനേക്കാളും വലിയ പെരുന്നാളിനേക്കാളും അതുപോലെ ലൈലത്തുൽ ഖദറിനേക്കാളും വലിയ ആഘോഷമായിരുന്നു പ്രവാചകൻ്റെ ജന്മദിനമെന്ന് അവരാരും മനസ്സിലാക്കിയില്ല. അവരാരും ദുർവ്യാഖ്യാനിച്ചില്ല. 48 വർഷത്തിൻ്റെ നീണ്ട ജീവിതത്തിനിടയിൽ നബിയോടുള്ള സ്നേഹം അത് ജന്മദിന ദിവസമാണ് പ്രകടിപ്പിക്കേണ്ടത് എന്നറിഞ്ഞിട്ടും ആയിഷ ബീവി അതിനെ ധിക്കരിക്കും എന്ന് നമ്മൾ ആരും വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിൻ്റെയും ആയിഷ ബീവിയുടെയും എല്ലാം വഴികളിൽ സഞ്ചരിച്ചാലേ നമുക്ക് വിമോചനം ലഭിക്കുകയുള്ളൂ. അവരെല്ലാം പ്രവാചകനെ നേരിട്ട് കണ്ടവരും പ്രവാചക സ്നേഹത്തിൻ്റെ മൗലികമാനങ്ങൾ മനസ്സിലാക്കിയവരുമാണ്. എൻ്റെ കരളിൻ്റെ കരളാണ് ഫാത്തിമ എന്ന് പ്രവാചക തിരുമേനി പറയാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഫാത്തിമ ബീവി തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അധികകാലം അവർ ജീവിച്ചിരുന്നിട്ടില്ലെങ്കിലും അവർ ജീവിച്ചിരുന്ന കാലം ആധുനിക മുസ്ലിമീങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്ന രൂപത്തിലോ ഭാവത്തിലോ ആയിരുന്നില്ല അവരുടെ സ്നേഹം എന്ന് നമുക്കറിയാം. അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികൾ ഫാത്തിമ ബീവിയുടെ മക്കൾ ഹസൻ ഹുസൈൻ, നബി അവരെ ഏറെ ഇഷ്ടപ്പെടുകയും അവർക്ക് വേണ്ടി ഒരുപാട് സമയം പ്രവാചകൻ അവരോടൊപ്പം ചെലവഴിക്കുകയും ചെയ്തു. അവരെ ഷോൾഡറിലിരുത്തി അവർക്ക് വേണ്ടി പ്രവാചകൻ ആന കളിച്ചു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പേരക്കുട്ടികൾക്ക് വേണ്ടി ജീവിച്ച പ്രവാചക തിരുമേനി അവരാരും പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ് പ്രവാചകൻ്റെ ജന്മദിനം എന്ന് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ പഠിക്കുന്നവർക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള വിശദാംശങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ മാസങ്ങളുടെ മഹത്വം പറഞ്ഞെടുത്ത് 4 മാസങ്ങളുടെ മഹത്വം പറഞ്ഞെടുത്ത് റമളാനിനെ ചേർത്തെണ്ണിയെടുത്ത് റബീഉൽ അവ്വലില്ല. വ്യക്തികളുടെയും മറ്റും മഹത്വങ്ങളും വിശദാംശങ്ങളും പറഞ്ഞെടുത്ത് ഒരിടത്തു പോലും റബീഉൽ അവ്വൽ മാസത്തിൻ്റെയോ റബീഉൽ അവ്വൽ 12-ൻ്റെയോ മഹാത്മ്യം വിശദീകരിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെയും അപ്പുറത്ത് 4 ഖലീഫമാർക്ക് കിട്ടിയ സുദീർഘമായ ഒരു കാലഘട്ടത്തിൽ ഒരു ദിവസം പോലും ഒരിക്കലെങ്കിലും അവർ ഈ ആചാരത്തിലേക്ക് അനുഷ്ഠാനത്തിലേക്ക് കടന്നെത്തിയിട്ടില്ല. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന പ്രവാചക തിരുമേനിയെ തിരിച്ചിഷ്ടമുണ്ടായിരുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്കോ പ്രവാചക തിരുമേനിയുടെ ഹൃദയത്തിലെന്നും ഒരു കുഞ്ഞു പൈതലിനെ പോലെ പ്രവാചകൻ ലാളിച്ചിരുന്ന തൻ്റെ പ്രിയ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹക്കോ അവരുടെ 2 മക്കളെയും തോളിലേറ്റി നടന്നിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മകൾ ആവാഹിച്ചെടുത്ത് ആ 2 കുഞ്ഞുമക്കൾ ഹസനും ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരോ ഇത് ആചരിക്കുകയോ അനുഷ്ഠിക്കുകയോ ചെയ്തിട്ടില്ല. 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങളിൽ ഒരു ഇമാമ പോലും 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങളിൽ ഒരു ഇമാമ പോലും ഈ രീതിയിൽ അനുഷ്ഠിക്കുകയോ ആചരിക്കുകയോ അതിനുവേണ്ട നിർദ്ദേശങ്ങളും അതിനുവേണ്ട ഗൈഡ് ലൈൻസും നൽകുകയോ ചെയ്തിട്ടില്ല. മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലയെ പിൻപറ്റുന്നു, അദ്ദേഹത്തിൻ്റെ മദ്ഹബിനെ കർമ്മമാർഗത്തിൽ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ അവർ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും ഇത് ആചരിക്കണമെന്ന് നിർദ്ദേശിച്ച ഒരു കാര്യം ഒരിക്കലും അവർക്കാർക്കും കാണിക്കുക സാധ്യമല്ല. മാത്രമല്ല ഇസ്ലാമിലെ ആഘോഷങ്ങളെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നിടത്ത് ഇവരുടെയൊക്കെ പാഠപുസ്തകങ്ങളിൽ മദ്രസ പാഠപുസ്തകങ്ങളിൽ ഇപ്പോഴും ഇസ്ലാമിലെ ആഘോഷങ്ങൾ അത് 2 തന്നെയാണ്. ഒന്ന് ഈദുൽ ഫിത്തറും 2 ഈദുൽ അൽഹയും. ഈദുൽ ഫിത്തർ എങ്ങനെ ആഘോഷിക്കണം എന്ന് ചർച്ച ചെയ്യാൻ ആർക്കും യോഗം ചേരേണ്ടതില്ല. അതിന് കുളിക്കണം, അതിന് പുത്തൻ വസ്ത്രം ധരിക്കണം, ഒരു വഴിയിലൂടെ പോകണം മുസല്ലയിലേക്ക്, വേറൊരു വഴിയിലൂടെ വരണം മുസല്ലയിൽ നിന്ന്, അതിന് ഭക്ഷണം കഴിക്കണം. എല്ലാ മാർഗനിർദ്ദേശങ്ങളും യഥാർത്ഥത്തിൽ ഹദീസിലും ഫിഖ്ഹി ഗ്രന്ഥങ്ങളിലുമെല്ലാം ഉണ്ട്. എന്നാൽ നബിദിനം എങ്ങനെ ആഘോഷിക്കണമെന്നത് കമ്മിറ്റി യോഗം ചേർന്നാണ് ഓരോ വർഷവും നിശ്ചയിക്കുന്നത്. അതിനനുസരിച്ചുള്ള രൂപമാറ്റങ്ങളും ക്രമമാറ്റങ്ങളും ഒക്കെ ഓരോ നാട്ടിലും നമുക്ക് കാണാനും സാധിക്കും. ഇവിടെ ഇസ്ലാം നിശ്ചയിച്ച ആഘോഷങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമുള്ള കൃത്യമായ രൂപം യഥാർത്ഥത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ റബീഉൽ അവ്വൽ ദിനത്തിൽ എന്തെല്ലാം ചൊല്ലണം,
എന്തെല്ലാം പ്രാർത്ഥിക്കണം, എങ്ങനെയെല്ലാം ആവണം, ഒന്നും യഥാർത്ഥത്തിൽ ആരാലും പഠിപ്പിക്കപ്പെടാതെ കിടക്കുന്നു എന്നത് തന്നെ ഈ രംഗത്ത് നമുക്കുള്ള വെളിച്ചമായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാത്ത ഈ കർമ്മമാർഗം സ്വീകരിക്കുക വഴി നമ്മൾ എത്തിച്ചേരുന്നത് ബിദ്അത്തിലാണ്. സുഹൃത്തേ, എന്താണ് ബിദ്അത്ത് എന്ന് താങ്കൾ പഠനവിധേയമാക്കിയിട്ടുണ്ടോ? ബിദ്അത്തിന്റെ അപകടങ്ങൾ താങ്കൾക്കറിയുമോ? ഇല്ലെങ്കിൽ നിർബന്ധമായും അറിയാൻ ശ്രമിക്കുക. മതത്തിൽ പുതുതായി നിർമ്മിക്കപ്പെടുന്നതിനെ ബിദ്അത്ത് എന്ന സാങ്കേതിക ശബ്ദത്തിലാണ് ഇസ്ലാം വിലയിരുത്തുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഏതൊരാചാരവും അനുഷ്ഠാനവും വക്കുല്ലു ബിദ്അത്തിൻ ളലാല വക്കുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും അത് യഥാർത്ഥത്തിൽ പുതുതായി ഉണ്ടാക്കുന്നതെല്ലാം വഴികേടാണ്. ആ വഴികേട് നരകത്തിലേക്കാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം ഇസ്ലാം പൂർണ്ണമായി. അള്ളാഹുവിൻ്റെ മതം ജനങ്ങൾക്ക് തൃപ്തിപ്പെടുത്തി അള്ളാഹു പൂർത്തീകരിക്കുകയും പ്രവാചക തിരുമേനിയിലൂടെ മതം പൂർത്തീകരിക്കുകയും ചെയ്തു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറഞ്ഞ മനോഹരമായ ഒരു വചനം, ദുൽഹജ്ജ് 9 എന്ത് ദീനായോ അത് ലോകാവസാനം വരെ ദീനാണ്. അന്ന് എന്ത് ദീനല്ലയോ അത് ലോകാവസാനം വരെ ദീനുമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ എന്താണോ പഠിപ്പിച്ചത് അതാണ് ദീൻ. അള്ളാഹു തൗബ സ്വീകരിക്കണമെങ്കിൽ, അടിമയിൽ നിന്ന് അള്ളാഹു തൗബ സ്വീകരിക്കണമെങ്കിൽ ഒരടിമ ബിദ്അത്ത് ഒഴിവാക്കാതെ പറ്റുകയില്ല. അടിമ ബിദ്അത്ത് ഒഴിവാക്കാത്ത കാലത്തോളം അവനിൽ നിന്ന് തൗബ സ്വീകരിക്കപ്പെടുകയില്ല. ബിദ്അത്തിന് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഏതൊരു ഹറാമ് ചെയ്താലും അടിമയുടെ മനസ്സിൽ കുറ്റബോധം തോന്നുക സ്വാഭാവികമാണ്. എന്നാൽ ഒരു ബിദ്അത്ത് ചെയ്യുന്നതാകട്ടെ സുന്നത്താണ് എന്ന രൂപത്തിലാണ്, പ്രവാചകൻ പഠിപ്പിച്ചതാണെന്നും അതിന് പുണ്യം കിട്ടുമെന്നും വിചാരിച്ചുകൊണ്ടാണ് ഒരു കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് തൗബയില്ല. ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും അപകടകരമായ കാര്യം ബിദ്അത്താണ്. എത്രയോ പ്രവാചകനോട് ശത്രുത കാണിച്ച പ്രവാചകൻ്റെ ശത്രുപക്ഷത്തുള്ള ആളുകൾ, അവർക്ക് വിശാലമായ വിട്ടുവീഴ്ച കാണിച്ച പ്രവാചകൻ ബിദ്അത്തിൻ്റെ യാതൊരു അംശത്തെയും പ്രവാചകൻ പൊറുപ്പിച്ചിട്ടില്ല. സഹാബത്ത് അവരുടെ ജീവിതത്തിലുടനീളം ഇസ്ലാമിലില്ലാത്ത ഏതൊരു പുതിയ ദിക്റും ഏതൊരു പുതിയ ആചാരവും അവരെതിർത്തു പോന്നു. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ മരണാനന്തര ജീവിതത്തിൽ ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം നിഷേധിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ പ്രവാചകൻ്റെ നേരെ നടന്നെടുക്കുമ്പോൾ അവർക്കിടയിൽ ഷട്ടറിടപ്പെടും, മറയിടപ്പെടും. പ്രവാചക തിരുമേനി പറയും, അവരെൻ്റെ ആളുകളാണ്. അപ്പോൾ വിളിച്ചു പറയപ്പെടും, പ്രവാചക, താങ്കളുടെ വഫാത്തിന് ശേഷം എന്തൊക്കെയാണ് അവർ മതത്തിൽ കടത്തിക്കൂട്ടിയത് എന്ന് താങ്കൾക്കറിയില്ല. 2 കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷം ഈ ഉമ്മത്ത് ചെയ്യുന്നതൊന്നും അറിയുന്നില്ല എന്നും. 2, ബിദ്അത്തിൻ്റെ ഗൗരവമാണ് അവിടെ പഠിപ്പിക്കപ്പെടുന്നത്. അത്തരം ആളുകളോട് പ്രവാചകൻ പറയും, പൊയ്ക്കോളൂ, നിങ്ങൾ എന്നിൽ നിന്ന് മാറിപ്പോയിക്കോളൂ, നിങ്ങളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആട്ടി ഓടിക്കുന്ന ഒരു വല്ലാത്ത ദുഃഖകരമായ, വ്യഭിചാരം ഹറാമാണ്, പലിശ ഹറാമാണ്, കൊലപാതകം ഹറാമാണ്. അത് ചെയ്തവരെ ഇപ്രകാരം പ്രവാചകൻ ആട്ടി ഓടിക്കുന്നില്ല. എന്നാൽ നല്ലതല്ലേ, സുന്നത്തല്ലേ, സ്നേഹമല്ലേ, പുണ്യകരമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചെയ്യുന്ന ബിദ്അത്തുകാരെ പ്രവാചകൻ ഹൗലുൽ കൗസറിന് വെള്ളം നൽകാതെ ആട്ടി ഓടിക്കുമെന്ന് പറയുമ്പോൾ എത്ര ഗൗരവകരമാണ് ഈ ബിദ്അത്ത്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ മൻ അഹദസ ഫീ അംരിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ പ്രവൃത്തിയിലില്ലാത്തൊരു പ്രവൃത്തി ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു എന്നാണ് പ്രവാചക തിരുമേനി പറഞ്ഞത്. വിശുദ്ധ ഖുർആനിലെ 47-ാം അധ്യായം 37-ാമത്തെ വചനത്തിൽ പറയുന്നത്, അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക, വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളുടെ അമലുകൾ നിങ്ങൾ ബാത്തിലാക്കി കളയരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും കൃത്യമായി പഠിപ്പിക്കപ്പെട്ട വിശ്വാസങ്ങളും ആചാരങ്ങളുമല്ലാതെ എന്തൊരു സംഗതി നിങ്ങൾ ചെയ്താലും അത് ബാത്തിലാണ് എന്നാണ്. അമലുകൾ ബാത്തിലായി എല്ലാം പൊളിഞ്ഞു പോകുന്ന പാപ്പരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും ചേർന്നുകൂടാ. നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കണം. അതിൻ്റെ മാനദണ്ഡം ഖുർആനിലും സുന്നത്തിലും എന്താണോ ഉള്ളത് അത് സ്വീകരിക്കുക എന്നതാണ്. ബിദ്അത്തിന്റെ അഥവാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതമാക്കി തരാത്ത കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിൻ്റെ ഗൗരവം നാം തിരിച്ചറിഞ്ഞു.
ഇസ്ലാമികമായി ബിദഅത്ത് ഏറെ ഗൗരവമുള്ളതാണ്. എത്രത്തോളം എന്നാൽ പരലോകത്ത് ഹൗലുൽ കൗസറിൽ നിന്ന് തടയപ്പെടുന്ന നമ്മളുടെ കർമ്മങ്ങൾ വരെ സ്വീകരിക്കപ്പെടാതിരിക്കാൻ അത് കാരണമാകും. പക്ഷേ സമൂഹത്തിൽ ലഭിദിനം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു നല്ല കാര്യം എന്നുള്ള നിലക്ക് അല്ലേ ചെയ്തു പോരുന്നത്? മതപരമായിക്കൊണ്ട് അതിന് എന്താണ് കുഴപ്പങ്ങളുള്ളത്? സമൂഹത്തിൽ പൊതുവെ പറയപ്പെടുന്ന ന്യായം തന്നെയാണ് അത്. പക്ഷെ മതത്തിൽ ഒരു കാര്യം അംഗീകരിക്കപ്പെട്ട കാര്യമായി തീരണമെങ്കിൽ നല്ലതാണ് എന്ന് പഠിപ്പിക്കേണ്ടത് അള്ളാഹുവും അവൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തന്നെയാണ്. അല്ലാതെ നമുക്ക് ന്യായമായി തോന്നി, നല്ലതാണെന്ന് അഭിപ്രായം തോന്നി, അല്ലെങ്കിൽ മോശമാണെന്ന് അഭിപ്രായം തോന്നി, അതിൻ്റെ പേരിൽ മാത്രം ഒരു കാര്യം മതപരമായി മാറുകയോ അല്ലാതിരിക്കുകയോ ചെയ്യുന്ന പ്രശ്നമില്ല. ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പ്രവാചകൻ്റെയും സ്വഹാബത്തിൻ്റെയും കാലഘട്ടങ്ങളിൽ കാണാൻ കഴിയും. ഉദാഹരണമായി ഒരു സ്വഹാബി ഒരിക്കൽ തുമ്മുമ്പോൾ അദ്ദേഹം അൽഹംദുലില്ലാ എന്ന് പറയുകയും അതിൻ്റെ കൂടെ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടപ്പോൾ സ്വഹാബികളിൽ പ്രമുഖനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, മാ ഹാക്കദ അല്ലമന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മെ പ്രവാചകർ പഠിപ്പിച്ചത് ഈ രൂപത്തിലല്ല, അൽഹംദുലില്ലാ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയുക, അല്ലാതെ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറയേണ്ടതില്ല എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. ഇതേ ന്യായം നമുക്ക് അവിടെയും വേണമെങ്കിൽ പറയാമല്ലോ. അദ്ദേഹം പറഞ്ഞെന്താ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്നാണ്. അതൊരു മോശപ്പെട്ട വാക്കാണോ? അല്ല. പ്രവാചകൻ്റെ പേര് സ്വലാത്തല്ലേ? ആണ്. സ്വലാത്തിന് പ്രശ്നമുണ്ടോ? ഇല്ല. എന്നിട്ട് പോലും ആ സ്വഹാബി എതിർക്കുകയും ഇത് ശരിയല്ല, പ്രവാചകൻ പഠിപ്പിച്ച രീതി അങ്ങനെയല്ല എന്ന് പറയുകയും ചെയ്യുന്നു. അതേപോലെ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അദ്ദേഹം പിന്നീട് അത് പ്രവാചകർക്ക് വന്ന് ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു പദത്തിൽ ചെറിയൊരു മാറ്റം വന്നു പോയി. ഒബി നബീക്കല്ലി അർസൽത്ത എന്ന് പറയേണ്ട സ്ഥാനത്ത് ഒബി റസൂലിക്കല്ലി അർസൽത്ത എന്ന സ്വഹാബി പറഞ്ഞു പോയി. അവിടെ പ്രവാചകർ തിരുത്തുകയാണ്, അങ്ങനെയല്ല എന്ന് പഠിപ്പിക്കുകയും ഒബി നബീക്ക എന്ന് തന്നെ പറയാൻ വേണ്ടി അദ്ദേഹത്തെ പ്രത്യേകമായി നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അഥവാ മതത്തിൽ ഒരു കാര്യം പുണ്യമായി മാറണമെങ്കിൽ നല്ലതാണ് എന്ന് സമൂഹത്തിന് തോന്നിയത് കൊണ്ടോ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് അഭിപ്രായം ഉണ്ടായത് കൊണ്ടോ ആരെങ്കിലും അഭിപ്രായപ്പെട്ടത് കൊണ്ടോ മാത്രം ഒരു കാര്യം മതമായി മാറുകയില്ല. മതമാകണമെങ്കിൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലുമാണ് അത് പുണ്യമാണെന്നും നല്ലതാണെന്നും പറയേണ്ടത്. ആ ഒരു തലത്തിൽ ഒന്ന് നോക്കുമ്പോൾ ഈ ഒരു ആചാരം അത് പിൽക്കാലത്ത് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ഇതേ ന്യായങ്ങൾ തന്നെ വെച്ചുകൊണ്ട് പിൽക്കാലത്ത് പലരും കയറ്റിക്കൊണ്ടുവന്ന ഒരു പുത്തൻ ആചാരമാണ് എന്നും അതിൽ എന്തൊക്കെ നന്മകൾ ആരൊക്കെ കണ്ടാലും ശരി മതത്തിൻ്റെ അധ്യാപന പ്രകാരം അത് നന്മയായി കാണാവതല്ല എന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുമല്ലെങ്കിൽ ഈ ന്യായം പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് എന്തും കൊണ്ടുവരാമല്ലോ. പുതിയ നമസ്കാരം കൊണ്ടുവരാം, പുതിയ നോമ്പുണ്ടാക്കാം, അതേപോലെ പുതിയ ധാരാളം കാര്യങ്ങൾ ഒരാൾക്ക് വേണമെങ്കിൽ കൊണ്ടുവന്ന് അതൊക്കെ മതമാണെന്ന് പറഞ്ഞ് അയാൾക്ക് പ്രചരിപ്പിക്കാൻ പറ്റും. അങ്ങനെ വന്നാൽ മതത്തിന് എന്ത് ഒരു അടിസ്ഥാനമാണ് പിന്നെ ഉണ്ടാവുക? അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച തത്വം കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ, പുതിയതായി കടന്നു വരുന്ന എല്ലാ കാര്യങ്ങളും അതെല്ലാം ബിദ്അത്താണ്, ബിദ്അത്തെല്ലാം ളലാലത്താണ്, ളലാലത്തെല്ലാം നരകത്തിലേക്കുമാണ് എന്ന പ്രവാചക അധ്യാപനം അതാണ് ഇതിൽ നാം അടിസ്ഥാനമായി കാണേണ്ടത്. ബിദ്അത്താണെന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും അത് ബിദ്അത്തല്ല, മറിച്ച് അതൊക്കെ നല്ല ബിദ്അത്താണ് എന്നൊരു രൂപത്തിലേക്ക് സമൂഹത്തിൻ്റെ ധാരണ ഉണ്ട്. അതിനെ നമ്മളെങ്ങനെയാണ്? യഥാർത്ഥത്തിൽ പിൽക്കാലത്ത് ഇത്തരം അനാചാരങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി പക്ഷേ തൽപര കക്ഷികൾ മെനഞ്ഞുണ്ടാക്കിയ ഒരു പുതിയ സാങ്കേതിക പ്രയോഗമാണ് ഇന്ന് നാം കേൾക്കുന്ന ഈ ഒരു പുതിയ ബിദ്അത്ത് എന്ന പ്രയോഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിദ്അത്തുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചപ്പോഴോ സ്വഹാബിമാരോ ശേഷമുള്ള താബിഴുകളോ അതേക്കുറിച്ച് സംസാരിച്ചപ്പോഴോ അവിടെയൊന്നും നല്ല ബിദ്അത്ത് ചീത്ത ബിദ്അത്ത് എന്ന വേർതിരിവ് നമുക്ക് കാണുക സാധ്യമല്ല. പ്രവാചകൻ പറഞ്ഞ ഹദീസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ് എന്നാണ് പ്രവാചക അധ്യാപനം. സ്വഹാബിമാരിൽ പ്രമുഖനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത് കുല്ലു ബിദ്അത്തിൻ ളലാല വ ഇൻ റആഹന്നാസു ഹസന എന്നാണ്. എല്ലാ ബിദ്അത്തും വഴികേടാണ്, വ ഇൻ റആഹന്നാസു ഹസന, ജനങ്ങൾ അത് നല്ലതായി കണ്ടാലും ശരി എന്നുകൂടി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ബിദ്അത്ത് എന്നൊരു ന്യായത്തിന് പ്രസക്തി ഇല്ല. എന്നാൽ മുൻഗാമികളായ പണ്ഡിതന്മാരിൽ ചിലർ ബിദ്അത്തിനെ പല തരത്തിലായി വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അത് മതപരമായ ഒരു അനാചാരം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വിഭജനമല്ല, മറിച്ച് അനിവാര്യമായും ഉണ്ടായി വരുന്ന ഭൗതികമായ സൗകര്യങ്ങൾ, പുതിയ വിജ്ഞാന ശാഖകൾ, അതേപോലെ പുതിയ സൗകര്യമുള്ള പള്ളികൾ, മതസ്ഥാപനങ്ങൾ, മദ്രസകൾ തുടങ്ങി ഈ നിലക്കുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഭൗതികമായ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നതിനെ
അവർ ഭാഷാപരമായി ബിദ്അത്ത് എന്ന് പേരിടുകയും എന്നിട്ട് അതിൽ നല്ലതും ചീത്തയുമെന്ന് വേർതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായി സുൽത്താൻ ഉലമായി എന്നറിയപ്പെട്ട ഇസ്ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ല, അദ്ദേഹമാണ് അറിഞ്ഞിടത്തോളം ഈ തരത്തിലുള്ള ഒരു വിഭജനം ആദ്യമായി നിർവഹിച്ച പണ്ഡിതൻ. പക്ഷെ അദ്ദേഹം പോലും പുതിയ നമസ്കാരവും പുതിയ നോമ്പുമെല്ലാം കടന്നു വന്നപ്പോൾ അതിശക്തമായി വിമർശിക്കുകയും അത് ബിദ്അത്താണ് എന്ന് വളരെ കണിശമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്ത ആളാണ് ഇസ്ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ല. മാത്രവുമല്ല, ബിദ്അത്തിനെ വിഭജിച്ച അദ്ദേഹം തന്നെ നല്ല ബിദ്അത്തിന് ഉദാഹരണമായി പറഞ്ഞത് നഹ്വ് പഠിക്കൽ, സർഫ് പഠിക്കൽ, ആ നിലക്കുള്ള പുതിയ വിജ്ഞാന ശാഖകൾ, ഇവയൊക്കെയാണ് അദ്ദേഹം അതിന് ഉദാഹരണമായി നിരത്തിയിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും ദീനിൽ ഒരു പുതിയ ഇബാദത്ത് കൊണ്ടുവന്ന് ഒരു പുതിയ ആചാരമുണ്ടാക്കി ആ ആചാരത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി അല്ല അവരാരും ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം പ്രയോഗങ്ങളെ പിൽക്കാലത്ത് ദുർവ്യാഖ്യാനിച്ചിട്ട് മതത്തിലേക്ക് കടത്തിക്കൂട്ടപ്പെട്ട എല്ലാ പുത്തൻ ആചാരങ്ങളെയും നല്ല ബിദ്അത്ത് എന്ന പേരിൽ ന്യായീകരിക്കാനാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പൗരോഹിത്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ബിദ്അത്തിനെ ഈ നിലയ്ക്ക് വിഭജിച്ച പണ്ഡിതന്മാരിൽ ആരെങ്കിലും ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വരുന്ന പുതിയ പുതിയ ആചാരങ്ങളെ ഈ ന്യായം പറഞ്ഞ് ന്യായീകരിച്ചതായി നമുക്കിവിടെയും കാണുക സാധ്യമല്ല. നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന സൂഫികളായ പുരോഹിതന്മാർ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ നിലയ്ക്കുള്ള ന്യായം പറഞ്ഞുകൊണ്ട് ഇത്തരം ആചാരങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതമാക്കി തരാത്ത കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിൻ്റെ ഗൗരവം നാം തിരിച്ചറിഞ്ഞു. സുഹൃത്തേ, നബിദിനാഘോഷം ഈ ഗണത്തിൽ ഉൾപ്പെടുമോ? ഉൾപ്പെടുമെങ്കിൽ താങ്കളുടെ തീരുമാനമെന്താണ്? നോക്കൂ, സമസ്ത നേതാക്കൾ തന്നെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഇത് ബിദ്അത്താണ് എന്ന് രേഖപ്പെടുത്തി വെക്കുന്നു. സുന്നി വോയിസിൽ എഴുതുന്നത് കാണുക. ഒരാൾ മൗലീദാഘോഷത്തെപ്പറ്റി ഇബ്നു ഹജർ എന്നവരോട് ചോദിക്കുകയുണ്ടായി. ഇബ്നു ഹജർ മറുപടി പറഞ്ഞു, അടിസ്ഥാനപരമായി മൗലീദ് ബിദ്അത്താണ്. ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായ മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല അത്. സുന്നി അഫ്കാർ വാരികയിൽ എഴുതുന്നു, വർഷം തോറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും സന്തോഷപ്രകടനങ്ങളും അലങ്കാരങ്ങളുമെല്ലാം നമ്മുടെ കാലത്തുണ്ടായ ഏറ്റവും നല്ല പുത്തനാചാരങ്ങളാണ്. അതെ, ഇതെല്ലാം പുത്തനാചാരങ്ങളാണെന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മുൻഗാമികളായ ഇമാം സുയൂത്തിയെ പോലെ, ഇമാം ഇബ്നു ഹജർ അസ്കലാനെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ നബിദിനത്തെ നല്ല വിധത്തായിക്കൊണ്ടാണ് ചെയ്താൽ കുഴപ്പമില്ലാത്ത നല്ല വിധത്തായിക്കൊണ്ടാണല്ലോ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? സുയൂത്തി ഇമാം പറഞ്ഞു എന്നാണല്ലോ പറഞ്ഞത്. എന്താണ് സുയൂത്തി ഇമാം പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം തന്നെ വായിച്ചാൽ നമുക്കത് വ്യക്തമാകും. ഉദാഹരണമായി ഇതാ അദ്ദേഹത്തിൻ്റെ അൽ ഹാബിൽ ഫത്താവ, ഇതിലാണ് ഈ പരാമർശം എഴുതുന്നത്. ഇതിൻ്റെ 251 പേജിൽ ഹുസ്നുൽ മഖ്സദ് ഫി അമൽ മൗലിദ് എന്ന ഈ അധ്യായത്തിലാണ് അദ്ദേഹം ഇത് വിശദീകരിച്ചിട്ടുള്ളത്. അഥവാ മൗലിദ് ആഘോഷത്തിനുള്ള സതുദ്ദേശം എന്ന പേരിൽ അദ്ദേഹം ഒരു അധ്യായം നൽകുന്നുണ്ട്. ശേഷം അദ്ദേഹം ആരംഭിക്കുന്ന ഹംദും സ്വലാത്തും ചൊല്ലി അദ്ദേഹം പറയുകയാണ്, വബഅദു ഫഖദ് വഖഅ സുആലു അൻ അമൽ മൗലിദ് നബവി ഫീ ഷഹ്രി റബീഇൽ അവ്വൽ മാ ഹുക്മുഹു മിൻ ഹൈസു ശർഇ വഹൽ ഹുവ മഹ്മൂദുൻ ഔ മദ്മൂമുൻ വഹൽ യുസാബു ഫാഇലുഹു ഔ ലാ. ഇതാണ് വിഷയം. ധാരാളമായി ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. മൗലിദ് എന്ന ഈ അമൽ, ഇതിൻ്റെ ഹുക്കം എന്താണ്? ഇത് സ്തുത്യർഹമാണോ, ആക്ഷേപാർഹമാണോ, പ്രതിഫലാർഹമാണോ എന്ന ചോദ്യം എനിക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അതിന് മറുപടി പറയുകയാണ് ചെയ്യുന്നത്. അവിടെ അൽ ജവാബു, മറുപടി എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ പ്രയോഗം വളരെ പ്രധാനമാണ്. ഇന്ദി അന്ന അസ്ല അമദിൽ മൗലിദി അല്ലദി ഹുവ ഇജ്തിമാഉ നാസി വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആൻ വറിവായത്തുൽ അഖ്ബാരിൽ വാരിദ ഫീ മബ്ദഇ അംരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ വഖഅ ഫീ മൗലിദിഹി മിൻ ആയാതി ثم يمد لهم سمات يأخذونه وينصرفون من غير زيادة على ذلك هو من البدع الحسنة التي يثاب عليها صاحبها. ഇതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അദ്ദേഹം മൊത്തത്തിൽ നബിദിനാഘോഷത്തെ പറ്റിയുള്ള ഹുക്കം പറയുന്നതിന് മുമ്പ് ഏത് അമലും മൗലിദ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കിയാണ്. അതാണ് ഇന്ദി അന്ന അസ്ല അമലിൽ മൗലിദ്. എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ വീക്ഷണത്തിൽ മൗലിദ് എന്ന അമലിൻ്റെ അടിസ്ഥാനം ജനങ്ങൾ ഒരുമിച്ച് കൂടലും ഖുർആൻ പാരായണം ചെയ്യലും അതേപോലെ പ്രവാചകൻ്റെ ആദ്യകാലത്തെക്കുറിച്ച് വന്ന ഹദീസുകൾ പരാമർശിക്കലും ശേഷം ഭക്ഷണം കഴിച്ച് പിരിയലും ആണ് ഞാൻ മനസ്സിലാക്കുന്ന മൗലിദ്. ആ മൗലിദാണെങ്കിൽ പ്രത്യേകം അദ്ദേഹം പറഞ്ഞു മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, അതിലേക്ക് അധികമൊന്നും വർദ്ധിപ്പിക്കാതെയാണെങ്കിൽ ഹുവ മിനൽ ബിദ്അഇൽ ഹസന അല്ലത്തി യുസാബു അലൈഹ ഫാഇലുഹ,
ചെയ്യുന്ന ആൾക്ക് കൂലി കിട്ടുന്ന നല്ല ബിദ്അത്താകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ അന്നൊരു പ്രത്യേകം ഖുർആനോത്ത്, ഒരു പ്രത്യേകമായ ഹദീസ് പാരായണം, ഒരു പ്രത്യേകമായ ഭക്ഷണം ഇതുണ്ടായാൽ പോലും സുന്നത്തെന്ന് പറയാതെ നല്ല ബിദ്അത്ത് എന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ അതിനും അദ്ദേഹം പ്രത്യേകം പറഞ്ഞു മീൻ വൈരി സിയാദത്തിന് അലാദാലിക്ക, ഇതിനേക്കാൾ ഒന്നും വർദ്ധിപ്പിക്കാതെ എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രതിഫലം കിട്ടും. അതും എന്തുകൊണ്ട്? ലീമാ ഫീഹിമിൻ തഅലീമി ഖദ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സ്ഥാനത്തെ ബഹുമാനിക്കുക എന്ന ഒന്നതിലുണ്ട്, അതുകൊണ്ട് കൂലി കിട്ടും എന്നാണ് അദ്ദേഹം പരാമർശിച്ചത്. അപ്പോൾ ഇന്നുള്ള മൗലിദാഘോഷങ്ങൾ, ഇന്നുള്ള ജന്മദിനാഘോഷങ്ങൾ ഈ പറയപ്പെട്ടതിൽ നിൽക്കുന്നില്ല എന്ന് വ്യക്തമാണ്. അദ്ദേഹം പിന്നെ ഖുർആൻ ഓതുന്നു, ഹദീസ് പാരായണം ചെയ്യുന്നു, ഭക്ഷണം കഴിച്ച് പിരിയുന്നു. മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, അതിനേക്കാൾ മറ്റൊന്നും വർദ്ധിപ്പിക്കാതെ. എന്നാൽ അതാണോ ഇന്നുള്ളത്? കുറേ കെട്ടുകഥകളും കള്ളക്കഥകളും അതേപോലെ ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തുകളും ആര് പറഞ്ഞു പ്രചരിപ്പിച്ചുവെന്നറിയാത്ത ധാരാളം കിസ്സകളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്തെല്ലാമോ ചൊല്ലിത്തീർത്ത് പോയാൽ അതൊക്കെ സുയൂത്തി ഇമാം അംഗീകരിച്ച നബിദിനാഘോഷമാണ് എന്ന് പറയാൻ നമുക്കെങ്ങനെ സാധിക്കും? അതേപോലെ ഘോഷയാത്രകളും ദഫും സ്കൗട്ടും തുടങ്ങി ധാരാളം മറ്റു പല മതസ്ഥരുടെയും ആചാരങ്ങളെയും ആഘോഷങ്ങളെയും അപ്പടി അനുകരിക്കുന്ന രൂപത്തിലുള്ള ഈ ആഘോഷം അത് സുയൂത്തി ഇമാം അംഗീകരിച്ചുവെന്ന് എങ്ങനെ പറയാൻ കഴിയും? അദ്ദേഹം പ്രത്യേകം പറഞ്ഞ പ്രയോഗം മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, ഈ പറഞ്ഞതിനേക്കാൾ ഒന്നും വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ നല്ല ബിദ്അത്ത് എന്നേ അദ്ദേഹം പോലും പറഞ്ഞുള്ളൂ. വർദ്ധിപ്പിച്ചാലോ നല്ല ബിദ്അത്ത് എന്ന ആ തലത്തിൽ പോലും സുയൂത്തി ഇമാം പോലും അതിനെ കാണുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഇന്ന് കാണുന്ന ആചാരങ്ങളോ ആഘോഷങ്ങളോ ഒരിക്കലും സുയൂത്തിയുടെ അംഗീകാരമുള്ള ആചാരമാണെന്ന് ആഘോഷമാണെന്ന് പറയാൻ ഒരു നിർവാഹം നമുക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനി പരാമർശിക്കപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനിയാണെങ്കിലും അതേപോലെ ഇമാം അബൂഷാമയാണെങ്കിലും അവിടേക്ക് ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും ഇത് തന്നെയാണ് വസ്തുത. ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ അവരൊക്കെ ആ നടത്തിയ പരാമർശങ്ങൾ പോലും നിർവഹിച്ചിട്ടുള്ളൂ. എന്നാൽ അവരും അതിനെപ്പോലും ബിദ്അത്ത് എന്ന വകുപ്പിലാണ് ഉൾപ്പെടുത്തിയത്. സുന്നത്ത് എന്നോ അതല്ലെങ്കിൽ പുണ്യകർമ്മമെന്നോ എന്ന രൂപത്തിൽ അവരാരും പരാമർശിച്ചില്ല എന്നും പ്രത്യേകം ശ്രദ്ധേയമാണ്. സുയൂത്തി ഇമാമിൻ്റെ ഉദ്ധരണി ഇപ്പം നമ്മൾ വായിച്ചു, ഇതേപോലെ പിന്നെ ഉദ്ധരിക്കുന്ന പല ഉദ്ധരണികൾ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്നുള്ളതും കൂടി മനസ്സിലായാൽ വളരെ ഹൈറായിരുന്നു. സുയൂത്തി ഇമാമിൻ്റെത് ഞാൻ വിശദീകരിച്ചു. ഈ ഉദ്ധരണിയെ അവർ സാധാരണ എന്താണോ ചെയ്യുന്നത് അതേ രൂപത്തിൽ തന്നെയാണ് അവർ എടുത്തുദ്ധരിക്കുന്ന പല ഉദ്ധരണികളുടെയും സത്യാവസ്ഥ. ഉദാഹരണമായി ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല, അദ്ദേഹം ഇതേക്കുറിച്ച് ധാരാളമായി ചർച്ച ചെയ്ത ഒരു പണ്ഡിതനാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ചർച്ച ആരംഭിക്കുമ്പോൾ അദ്ദേഹം ആദ്യമേ രേഖപ്പെടുത്തി വെച്ചത് ഇതിൻ്റെ അസ്ല് തന്നെ ബിദ്അത്താണ് എന്ന് പറഞ്ഞിട്ടാണ് ഇമാം അസ്ഖലാനി അദ്ദേഹം വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം തന്നെ നമുക്ക് പരിശോധിക്കാം. അദ്ദേഹം വളരെ വിശദമായി തന്നെ മൗലിദുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അതിൻ്റെ മതപരമായ കാഴ്ചപ്പാടും എന്താണ് അതിന് പറയാനുള്ളത് എന്നുമൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നത് ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹം പറഞ്ഞ ഭാഗം അസ്ലു അഹ്മദിൽ മൗലിദ് ബിദ്അ ലം തുൻഖൽ അൻ അഹദി മിന സലഫി സ്വാലിഹി മിന ഖുറൂനി സലാസ. അതാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയുടെ ഏറ്റവും പ്രസക്തമായ ഭാഗം. അസ്ലു അഹ്മദിൽ മൗലിദ് ബിദ്അ, മൗലിദ് എന്ന ഈ അഹ്മദിൻ്റെ അസ്ലു തന്നെ ബിദ്അത്താണ്. ലം തുൻഖൽ അൻ അഹദി മിന സലഫി സ്വാലിഹി മിന ഖുറൂനി സലാസത്തി, 3 നൂറ്റാണ്ടുകളിൽപ്പെട്ട സച്ചരിതരായ മുൻഗാമികൾ സലഫ് സ്വാലിഹികൾ അതിൽ ഒരാളിൽ നിന്ന് പോലും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഒരാളിൽ നിന്ന് പോലും, അതാണ് അൻ അഹദി മിന സലഫി സ്വാലിഹ് എന്നാണ്, ഒരാളിൽ നിന്ന് പോലും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ശേഷം അദ്ദേഹം അതിൻ്റെ ഭാഗമായി ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. എന്നിട്ട് അതുമാത്രം എടുക്കുകയും അല്ലാത്ത ഒഴിവാക്കുകയുമാണെങ്കിൽ ബിദ്അത്തുൻ ഹസന എന്ന് അദ്ദേഹം പറയുന്നു എന്ന ഭാഗം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വലാകിന്നഹ മഅ ദാലിക ഖദ് ഇസ്തമലത് അലാ മഹാസിന വദിദ്ദിഹ, കുറേ നന്മകൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്, അല്ലാത്തതുമുണ്ട്. അതുകൊണ്ട് ഫമൻ തഹറ ഫി അമലിഹ അൽ മഹാസിൻ, അതിൽ നന്മകളെ മാത്രം ഒരാൾ സൂക്ഷിക്കുന്നുവെങ്കിൽ വതജന്നബ ദിദ്ദഹ, അല്ലാത്തെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ കാന ബിദ്അത്തൻ ഹസന, നല്ല ബിദ്അത്തായിരിക്കും. വ ഇല്ല, അങ്ങനെ അല്ലെങ്കിലോ ഫല, നല്ല ബിദ്അത്ത് പോലും ആവുകയില്ല എന്ന് വരെ വ്യക്തമായി പറഞ്ഞ ആളാണ് അദ്ദേഹം. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമായി ഖുർആൻ പാരായണമുണ്ട്, അത് മാത്രം എടുക്കുന്നുവെങ്കിൽ പോലും നല്ല ബിദ്അത്താണ്. അതല്ല, അല്ലാത്ത വല്ലതും അതിലേക്ക് കൂടിച്ചേർന്നുവെങ്കിലോ നല്ല ബിദ്അത്തും ആവുകയില്ല എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ പ്രയോഗം അസ്ലു അഹ്മദിൽ മൗലിദ് ബിദ്അ, അഹ്മദിൽ മൗലിദിൻ്റെ അസ്ലു ബിദ്അത്താണ് എന്ന് മാത്രമല്ല ലം തുൻഖൽ അൻ അഹദിൻ മിന സലഫി സ്വാലിഹ്, സലഫു സ്വാലിഹിൽപ്പെട്ട ഒരാളിൽ നിന്ന് പോലും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് പല ആളുകളും പറയാറുണ്ട് 4 ഖലീഫമാർ ആഘോഷിച്ചിട്ടുണ്ട്, ഹസൻ ബസ്രി പറഞ്ഞിട്ടുണ്ട്, ഷാഫിമ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇന്ന് പല മുസ്ലിയാക്കന്മാരും പറയാറുണ്ട്. അദ്ദേഹം പറയാണ് ലം തുൻഖൽ അൻ അഹദിൻ മിന സലഫി സ്വാലിഹ് മിന ഖുറൂനി സലാസ,
3 നൂറ്റാണ്ടുകളിൽപ്പെട്ട സലഫുസ്വാലിഹികളിൽപ്പെട്ട ഒരാളിൽ നിന്ന് പോലും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് കൂടി അദ്ദേഹം വ്യക്തമായി പറയുന്നു. ഇനി മാത്രമല്ല, ഒരു പടി കൂടി കടന്നുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ അങ്ങേറ്റം കണിശമായി ഇതേക്കുറിച്ച് സംസാരിച്ച പണ്ഡിതനാണ് അല്ലാമ ഫാക്കിഹാനി റഹിമഹുല്ല, അതേപോലെ അബു അബ്ദുള്ള ഇബ്നു ഹാജ് റഹിമഹുല്ല. ഇവരൊക്കെ വളരെ കണിശമായ അങ്ങേയറ്റം ശക്തമായ ഭാഷയിൽ ഇതിനെ എതിർത്തവർ കൂടിയാണ്. ഉദാഹരണമായി ഇമാം ഫാക്കിഹാനിയുടെ പ്രയോഗം നമ്മൾ തീർച്ചയായും വായിക്കേണ്ടതാണ്. അദ്ദേഹം ആ വിഷയത്തിൽ മാത്രമായി ഒരു കിതാബ് പോലും എഴുതിയെന്നാണ്. അൽ മൗലിദു ഫിൽ കലാമി അല അമലിൽ മൗലിദ് എന്ന പേരിൽ ഒരു ഗ്രന്ഥം തന്നെ അദ്ദേഹം രചിക്കുകയും എന്നിട്ട് വളരെ ശക്തമായ ഭാഷയിൽ ഇത് അദ്ദേഹം വിമർശിക്കുകയും ചെയ്യുന്നതാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ടൊരു ഭാഗം ഞാൻ ഇവിടെ വായിക്കാം. അദ്ദേഹം പറഞ്ഞു, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫി കിതാബിൻ വലാ സുന്ന. ഈ മൗലിദിന് ഒരു അസ്ലുള്ളതായി അടിസ്ഥാനമുള്ളതായി എനിക്കറിയില്ല. ഫി കിതാബിൻ വലാ സുന്ന, കിതാബിലോ സുന്നത്തിലോ ഇല്ല എന്നു മാത്രമല്ല, ശേഷം അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ. ഈ ഉമ്മത്തിലെ ആലിമീങ്ങളിൽപ്പെട്ട ഒരാളിൽ നിന്ന് പോലും ഇത് ഉദ്ധരിക്കപ്പെടുന്നുമില്ല. അല്ലദീന ഹുമുൽ ഖുദ്വത്തു ഫിദ്ദീനി അൽ മുതമസ്സികുന ബി ആസാരിൽ മുതഖദ്ദിമീൻ. മതത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ടുന്ന പണ്ഡിതന്മാർ, മുൻഗാമികളെ കാൽപാദങ്ങളെ അപ്പടി പിൻപറ്റുന്ന പണ്ഡിതന്മാർ, അത്തരം പണ്ഡിതന്മാരിൽ ഒരാളിൽ നിന്ന് പോലും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ബൽ ഹുവ ബിദ്അ, എന്നാൽ അത് ബിദ്അത്താകുന്നു. അവിടെ നല്ല ബിദ്അത്ത് എന്ന് പോലും പറഞ്ഞില്ല, ഇത് ബിദ്അത്താകുന്നു. അഹ്ദസഹൽ ബത്താലൂന വശഹവത്തു നഫ്സിൻ, ചില ബാത്തുലീങ്ങളായ ഭോഷന്മാരായ ആളുകൾ പുതുതായി ഉണ്ടാക്കിയതും അതേപോലെ സ്വാർത്ഥ താല്പര്യക്കാരായ ആളുകൾ നിർമ്മിച്ചുണ്ടാക്കിയതുമാണ് അത്. ഇഴത്തനാബിഹൽ അക്കാലൂൻ, ചില ശാപ്പാട്ട് വീരന്മാരാണ് ഇത് നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശേഷം അദ്ദേഹം മതപരമായ 5 ഹുക്കുമുകൾ, വാജിബ്, ഹറാമ്, കറാഹത്ത്, സുന്നത്ത് തുടങ്ങിയ 5 ഹുക്കുമുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഒന്നുകിൽ വാജിബാണെന്ന് പറയണം, അല്ലെങ്കിൽ മന്ദൂബാണെന്ന് പറയണം. പക്ഷെ അതൊന്നും പറയാൻ നിവൃത്തിയില്ല. ഇനി ഹലാലാണെന്ന് പറയണം, അതും ന്യായമല്ല. കാരണം ശറഅ് അംഗീകരിക്കാത്തൊരു കാര്യം അതെങ്ങനെ ഹലാലായി മാറും? അദ്ദേഹം പറയാം, ഇത് വാജിബോ വലൈസ ബി വാജിബിൻ ഇജ്മാഅ വലാ മന്ദൂബ. ഇത് പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായ പ്രകാരം തന്നെ വാജിബുമല്ല സുന്നത്തുമല്ല. കാരണം ലിഅൻ ഹഖീഖത്തുൽ മന്ദൂബി മാ തലബഹു ശർഉ മിൻ ഗൈരി ദമ്മിൻ അലാ തർക്കിഹി. ഉപേക്ഷിച്ചാൽ ആക്ഷേപമില്ലാതെ ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെട്ട കാര്യത്തിനാണോ മന്ദൂബി എന്ന് പറയുക. എന്നാൽ വഹാദാ ലം യഅ്ദൻ ഫിഹി ശർഉ, ഇത് ശർഉ അനുവദിക്കാത്ത കാര്യമാണ്. വലാ ഫഅലഹു സ്വഹാബത്തു വത്താബിഊന, സ്വഹാബിമാരോ താബിഈങ്ങളോ ഇത് ചെയ്തിട്ടുമില്ല. അൽ മുതദയ്യിനൂന ഫീമാ അലിംതു, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ദീനുപ്രകാരം ജീവിച്ച സ്വഹാബിമാരോ താബിഈകളോ അവരാരും ഇത് ചെയ്തിട്ടില്ല. മാത്രവുമല്ല അദ്ദേഹം വഹാദാ ജവാബി അൻഹു ബൈന യദൈല്ലാഹി തആല ഇൻ അൻഹു സുഇൽതു. അള്ളാഹുവിന് മുമ്പിൽ നാളെ പരലോകത്തിനോട് ഇതേക്കുറിച്ച് ചോദ്യം വന്നാൽ പോലും അവിടെയും ഈ മറുപടിയാണ് ഞാൻ പറയുക. ശേഷം അദ്ദേഹം പറയും, ഇനി ജായിസ് എന്ന് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. എന്തുകൊണ്ട്? ലിഅന്നൽ ഇബ്തിദാഅ ഫിദ്ദീനി ലൈസ മുബാഹൻ ബി ഇജ്മാഇൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ ഇജ്മാഅ് പ്രകാരം ദീനിൽ പുതിയ ആചാരമുണ്ടാക്കുക എന്നുള്ളത് ഹലാലല്ല. അതുകൊണ്ട് ഇത് ഹലാലെന്നും പറയാൻ പറ്റില്ല. അതിനാൽ ഫലം യബ്ഖ ഇല്ല അൻ യകൂന മക്റൂഹൻ ഔ ഹറാമ. അതിനാൽ മക്റൂഹെന്നോ ഹറാമെന്നോ മാത്രമേ നമ്മൾ മതപരമായ 5 വിധികളിൽ ഇതേക്കുറിച്ച് പറയാവുന്ന വിധിയുള്ളൂ എന്ന് കൂടി അദ്ദേഹം ഇതേക്കുറിച്ച് പരാമർശിക്കുകയാണ്. സമാനമായി തന്നെ പ്രയോഗിച്ചവരാണ് ഇബ്നു ഹാജുൽ മാലിക്കി റഹിമഹുല്ല. ചുരുക്കത്തിൽ ഈ നിലക്കുള്ള മുൻഗാമികളായ പിൽക്കാലക്കാരുമായ പണ്ഡിതന്മാർ അവരൊക്കെ ഇതിനെ നോക്കിക്കണ്ട ശൈലി അതാണ്. മുൻഗാമികളായ സലഫു സ്വാലിഹുകൾ എന്ന് പറയാവുന്ന ആദ്യ 3 നൂറ്റാണ്ടിലുള്ളവർ, അവർക്കിത് പരിചയമില്ല, അവരുടെ കാലത്തില്ല, അവരിൽ ഒരാളിൽ നിന്ന് പോലും ഉദ്ധരിക്കപ്പെടുന്നില്ല. ശേഷം 630 മരിച്ച മുദഫർ രാജാവ് കൊണ്ടുവന്നു. അതിനു ശേഷമുള്ള ചർച്ചകളെ ഈ വിഷയത്തിൽ നമ്മൾ കാണും. അവിടെ ഒരു കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹിജറയിലെ ആദ്യത്തെ 4 നൂറ്റാണ്ടുകൾ 1 മുതൽ 400 വരെയുള്ള 4 നൂറ്റാണ്ടുകൾ, ഈ 4 നൂറ്റാണ്ടുകളിൽ 10,000-കണക്കായ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഗ്രന്ഥങ്ങളിൽ ഒരൊറ്റ ഗ്രന്ഥത്തിൽ പോലും ഇതേക്കുറിച്ചുള്ളൊരു പരാമർശം പോലും കാണുക സാധ്യമല്ല എന്ന് നമ്മൾ പ്രത്യേകം പ്രസ്താവ്യമാണ്. മദ്ഹബിൻ്റെ ഇമാമിങ്ങളോ ഹദീസ് പണ്ഡിതന്മാരോ ഖുർആൻ വ്യാഖ്യാതാക്കളോ മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാ പോലും അടക്കമുള്ള ഹിജറ 4 നൂറ്റാണ്ടിൽ 5-ാം നൂറ്റാണ്ട് വരെ ജീവിച്ച പണ്ഡിതന്മാരിൽ ഒരു പണ്ഡിതൻ്റെയും ഗ്രന്ഥങ്ങളിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പോലും കാണുക സാധ്യമല്ല എന്നതും പ്രത്യേകം പ്രസ്താവ്യമാണ്. അത് നമ്മുടെ നാട്ടിൽ അംഗീകരിക്കുന്ന സമസ്തക്കാർ പോലും പലപ്പോഴും എഴുതിയിട്ടുമുണ്ട്. 1981 സുന്നി വോയിസിൽ ഇബ്നു ഹജർ തങ്ങളുടെ ഈ വാചകം തന്നെ അവർ എടുത്തു കൊടുത്തിട്ടുണ്ട്. ആദ്യ നൂറ്റാണ്ടുകളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല അത്
എന്ന് വ്യക്തമായി തന്നെ അവർ പോലും മലയാളത്തിൽ എഴുതി വിട്ടതും നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. അതുകൊണ്ട് ഇത്തരം പ്രചാരണങ്ങളൊക്കെ തങ്ങൾക്ക് തെളിവില്ല എന്ന് സമൂഹത്തിന് ബോധ്യമാകുന്നു എന്ന് മനസ്സിലാകുമ്പോൾ തങ്ങൾക്കുമുണ്ട് ഇതിൽ പിൻബലം, മുൻഗാമികളുടെ പിൻബലമുണ്ട് എന്ന് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉള്ള ചില ശ്രമങ്ങൾ മാത്രമാണ്. അല്ലാതെ മുൻഗാമിക ഗ്രന്ഥങ്ങൾ നിഷ്പക്ഷമായി വായിക്കുന്ന ഒരാൾക്കും അവരിത് അംഗീകരിച്ചുവെന്ന് പറയാൻ ഒരു നിർവാഹവുമില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ 4-5 നൂറ്റാണ്ട് വരെ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇബ്നു ഹിഷാമിൻ്റെ സീറയിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചില സംസാരങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതെന്താണ് അങ്ങനെ ഒരു ഇല്ല, അതൊക്കെ ഒന്നുകിൽ സന്ദർഭത്തിൽ അടർത്തിയെടുത്ത പദപ്രയോഗങ്ങൾ, അതല്ലെങ്കിൽ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ചില പരാമർശങ്ങളെ മാത്രം എടുത്തു മധുഹുമായി ബന്ധപ്പെട്ടതോ അതല്ലെങ്കിൽ പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ടതോ ഒക്കെ വന്ന ചില പരാമർശങ്ങൾ അതിനെടുത്തുകൊണ്ട് നബിദിനാഘോഷത്തിലേക്ക് കണക്ട് ചെയ്യാനാണ് അവർ ശ്രമിക്കാറുള്ളത്. മാത്രവുമല്ല ഇപ്പോൾ അടുത്ത കാലങ്ങളിലായി അവർ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാരും അതേപോലെ ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് അടക്കമുള്ള മദ്ഹബിൻ്റെ ഇമാമികളുമൊക്കെ ഇതിന് വലിയ പ്രോത്സാഹനം നൽകിയവരാണ് എന്ന രൂപത്തിൽ ചില പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയകൾ വഴി വ്യാപകമായി ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ പിൽക്കാലക്കാല ഗ്രന്ഥങ്ങളിൽ നിന്ന്, ഉദാഹരണമായി ഇബ്നു ഹജർ ഹൈതമിയുടെ നിഅമത്തുൽ കുബ്ര എന്ന പേര് ഗ്രന്ഥത്തിലുണ്ട് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഗ്രന്ഥം തന്നെ ഉണ്ടോ എന്ന കാര്യത്തിൽ പണ്ഡിത ലോകത്തെ വ്യത്യാസമുള്ള വിഷയമാണ്. അതേപോലെ ഫതുഹുൽ മുഈനിൻ്റെ വ്യാഖ്യാനമായ ഇആനത്തുൽ ത്വാലിബീനിൽ അതുണ്ട്. ഈ നിലയ്ക്ക് കഴിഞ്ഞ 100-300 കൊല്ലങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ മുൻഗാമികളെ പേരിൽ പലതും കടന്നുകൂടിയതുപോലെ ഇതും കടന്നുകൂടി എന്നല്ലാതെ യഥാർത്ഥത്തിൽ അവിടെയൊന്നും ഗ്രന്ഥങ്ങളിലോ അവിടെ ശിഷ്യന്മാരുടെ ഗ്രന്ഥങ്ങളിലോ ഇത്തരം ഉദ്ധരണികൾ കാണുക സാധ്യമല്ല. മാത്രവുമല്ല അവരൊക്കെ പറഞ്ഞെങ്കിൽ അത് ആരോടാണ് പറഞ്ഞത്, ആരാണത് കേട്ടത്, അതൊരു പരമ്പര ഏതാണ് എന്നൊക്കെയുള്ള ചർച്ച പ്രസക്തമാണ്. പക്ഷെ അതൊന്നും ഈ ആളുകളെ സംബന്ധിച്ച് അതൊന്നും ലഭ്യമല്ല. മറിച്ച് അങ്ങനെ പറയപ്പെടുന്നുവെന്നല്ലാതെ ഇപ്പോൾ അടുത്ത കാലത്ത് രചിക്കപ്പെട്ട ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്ന് അതിൽ കാണാം ഒരു പക്ഷേ അത് കണ്ടതുകൊണ്ട് മാത്രം ഇമാം ഷാഫി അങ്ങനെ പറഞ്ഞുവെന്ന് നമുക്ക് പറയാൻ നിർവാഹമില്ലല്ലോ. ഒന്നുകിൽ ഇമാം ഷാഫിയുടെ ഗ്രന്ഥങ്ങളിൽ കാണണം, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ഗ്രന്ഥങ്ങളിൽ കാണണം. അതുമല്ലെങ്കിൽ ഇമാം ഷാഫി ആരോട് പറഞ്ഞുവെന്ന് ബോധ്യപ്പെടണം. അതൊന്നുമില്ലാതെ ഇമാം ഷാഫി പറഞ്ഞു ആർക്കും പറയാമല്ലോ. അങ്ങനത്തെ ഒരു പ്രചാരണം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ അധികം ഷാഫി മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ ഈ ഇമാം സുയൂത്തി എന്ന് പറയുന്നത് ഷാഫി ഇമാമിൻ്റെ മദ്ഹബിൽ വന്ന ആളല്ലേ ശരി, എന്നിട്ട് പോലും അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ ഷാഫി മദ്ഹബ് അംഗീകരിക്കുന്നു എന്ന് പറയുന്നുവെന്നല്ലാതെ യഥാർത്ഥത്തിൽ ഷാഫി ഇമാമിൻ്റെ അഭിപ്രായങ്ങളോ ഷാഫി മദ്ഹബിൻ്റെ അഭിപ്രായങ്ങളോ അല്ല പലപ്പോഴും മതമായി ഇവർ കാണുന്നത്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, പല വിഷയം എടുത്ത് പരിശോധിച്ചാലും ഇമാം ഷാഫി പറഞ്ഞതിനോടോ ഷാഫി മദ്ഹബിലെ പ്രാമാണികരായ പണ്ഡിതന്മാർ പറഞ്ഞതിനോടോ യാതൊരു ബന്ധവുമില്ലാത്ത രൂപത്തിലാണ് പല ആചാരങ്ങളും അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതേപോലത്തെ നാട്ടിലുള്ള മറ്റൊന്നാണ് ചരമദിനങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ. മരിച്ച ആളുടെ പേരിൽ 7-ന് 14-ന് 40-നെല്ലാമുള്ള ധാരാളം അനാചാരങ്ങൾ സമൂഹത്തിലുണ്ട്. ഷാഫി മദ്ഹബിലെ ഏത് ഗ്രന്ഥമെടുത്താലും വളരെ കണിശമായി വിമർശിക്കുകയും ബിദ്അത്തുൻ ഖബീഹ എന്നും ബിദ്അത്തുൻ ഗൈറു ഹസന എന്നും വ്യക്തമായി പരാമർശിക്കപ്പെടുന്ന ചെയ്ത വിഷയമാണ്. എന്നിട്ട് പോലും നാട്ടിൽ വ്യാപകമായി നടക്കുന്നു. എന്നതുപോലെ തന്നെ ഈ വിഷയത്തിലും യഥാർത്ഥത്തിൽ ഇമാം അസ്ഖലാനി, ഇമാം സുയൂത്തി, അതേപോലെ ഇമാം അബൂ ഷാമ ഇവരൊക്കെ ഇത് ഈ കാലത്തുണ്ടായ ബിദ്അത്താകുന്നു അല്ലെങ്കിൽ നല്ല ബിദ്അത്താകുന്നു എന്ന പരാമർശമാണ് അവരൊക്കെ നിർവഹിച്ചത്. അതിനപ്പുറത്ത് ഇത് സുന്നത്താണ് എന്നോ ഇതിന് ആയത്തുണ്ട് എന്നോ ഹദീസുണ്ട് എന്നോ ഒന്നുമുള്ള ന്യായങ്ങൾ അവരാരും പറഞ്ഞില്ല. ഈ കാലത്ത് എന്തെല്ലാം പറയുന്നു, ഖുർആൻ എത്ര ആയത്തുകൾ തെളിവായി ഉദ്ധരിക്കുന്നു, എത്ര ഹദീസുകൾ കൊണ്ടുവരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വഹാബിമാരുടെ ഖലീഫമാരുടെ പേരിൽ പോലും ഇത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അതേ അസ്ഖലാനിയാണ് പറഞ്ഞത് സലഫ് സ്വാലിഹ് ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഫാക്കിഹാനി റഹ്മത്തുള്ളാഹിയാണ് പറഞ്ഞത് സ്വഹാബിമാരുടെ താബിഈങ്ങളോ ഇത് ചെയ്തിട്ടില്ല. ഇത്ര വ്യക്തമായി അവരൊക്കെ പറയുമ്പോഴും അതിനൊക്കെ മറികടന്നുകൊണ്ട് സ്വന്തം ന്യായങ്ങൾ കണ്ടെത്തി അതിന് മുൻഗാമികൾ ഗ്രന്ഥങ്ങളിൽ നിന്ന് ദുർവ്യാഖ്യാനിച്ചും അതല്ലെങ്കിൽ അവരെ പേര് ഇല്ലാത്തത് പ്രചരിപ്പിച്ചും അവരുടെ വാക്കുകളെക്ക് സ്ഥാനത്തല്ലാതെ അസ്ഥാനത്ത് ഉപയോഗിച്ചുമൊക്കെയാണ് അവർ തെളിവുണ്ടാക്കുന്നത്. അല്ലാതെ യഥാർത്ഥത്തിൽ മുസ്ലിം ലോകത്ത് സ്വീകാര്യയോഗ്യരായ മാതൃകായോഗ്യരായ പണ്ഡിതന്മാരിൽ ഒരു പണ്ഡിതനെയും ഗ്രന്ഥങ്ങളിൽ ഇതിനെ ന്യായീകരിക്കുന്ന, ഇതിന് ഇസ്ലാമികമായ പുണ്യമാണെന്ന് പറയുന്ന, ഇത് സുന്നത്താണെന്ന് പറയുന്ന ഒരു ഉദ്ധരണി പോലും കിട്ടുകയില്ല എന്നുള്ളത് വ്യക്തമാണ്. ബി ഫളിലില്ലാഹി വബി റഹ്മത്തി എന്ന് തുടങ്ങുന്ന സൂറത്തുൽ യൂനിസിലെ 58-ാമത്തെ ആയത്തും നബിദിനായി ബന്ധപ്പെട്ട ചർച്ചയിൽ തെളിവായി കൊണ്ടുവരാറുണ്ടല്ലോ. അല്ല, അപ്പോൾ ഈ ഉൽബി ഫളിലില്ലാഹി വബി റഹ്മത്തി എന്ന് പറഞ്ഞാൽ ഈ റഹ്മത്തിന് റസൂല് എന്നുള്ള അർത്ഥമാണ്. അത് വെച്ചിട്ട് ആ റസൂലിനോട് സന്തോഷിക്കണം, അത് നബിദിനത്തിന് തെളിവായിട്ട് ഉദ്ധരിക്കണം. അപ്പോൾ അതിന് അല്ലാത്ത വ്യാഖ്യാനം ഉണ്ടല്ലോ, റസൂൽ അല്ലാത്ത ഖുർആൻ അത്തരത്തിൽ വ്യാഖ്യാനം ഉണ്ടാകുമ്പോൾ ധാരാളം വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ശരിയാണ്, നബിയാണെന്ന് വ്യാഖ്യാനം ഉണ്ട്, ശരിയാണ്. ഒരു വ്യാഖ്യാനം തഫ്സീറിലൊക്കെ പല സ്ഥലത്തും കാണാൻ പറ്റും. ഇപ്പോൾ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നബിയാണ്. ഇനിയിപ്പോൾ തഫ്സീർ ഇല്ലാന്ന് വിചാരിക്കുക,
അള്ളാഹിൻ്റെ റസൂലിനെ പറ്റി അള്ളാഹ് പറഞ്ഞ എന്താണ്? അപ്പോൾ മാർസലിനാക്കി ഇല്ല റഹ്മത്തല്ലിൽ ആലമീൻ. അപ്പോൾ നബി റഹ്മത്താണ്, സംശയമൊന്നുമില്ല. ഇപ്പോൾ തഫ്സീറിൻ്റെ ആവശ്യമില്ല, വ്യക്തമായി പഠിച്ചോന്നെ പറഞ്ഞാണ് നബി റഹ്മത്താണ്. റഹ്മത്തിന് സന്തോഷിക്കണമെന്നും പറഞ്ഞു, നബി ദാലിക ഫല്യഫ്റഹു, സന്തോഷിക്കണമെന്നും പറഞ്ഞു. പക്ഷേ അത് സാധാരണ ഇവർ ചെയ്യുന്നത് വെച്ചാൽ നബിയാണെന്ന് പറഞ്ഞു, സന്തോഷിക്കണമെന്നും പറഞ്ഞു, അതുകൊണ്ട് നബി ജനിച്ചതിൽ സന്തോഷിക്കണം എന്നാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഒന്ന് തഫ്സീർ എഴുതിയ പണ്ഡിതന്മാരാരും തന്നെ ഈ നിലയ്ക്ക് ഇതിലേക്ക് തെളിവായി ഇതിനെ കൊണ്ടുപോയിട്ടില്ല. മറ്റൊന്ന് അള്ളാഹുവിൻ്റെ റസൂലാണ് ഈ ആയത്ത് ആദ്യമായി അള്ളാഹുവിൽ നിന്ന് കിട്ടിയത്. ആ റസൂലിൽ നിന്ന് ഇത് ആദ്യമായി കേട്ടത് സ്വഹാബിമാരാണ്, സ്വഹാബിമാരിൽ നിന്ന് താബികളാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ വിശദീകരിച്ച പോലെ സ്വഹാബിമാരോ താബിഴികളോ ഒരാളും തന്നെ നബിയുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു അമലും ചെയ്തില്ല എന്നത് വ്യക്തമായി പണ്ഡിതന്മാർ വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ആയത്തിന് അവരാരും അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. മാത്രവുമല്ല, ഇതിപ്പോൾ നബി റഹ്മത്താണ്, അതുകൊണ്ട് റഹ്മത്തും സന്തോഷിക്കാൻ പറഞ്ഞു, അത് നബി പിന്നെ ജന്മദിനത്തിൽ സന്തോഷിക്കാൻ തെളിവാണ് എന്നാണെങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ എത്ര വ്യാഖ്യാനങ്ങളുണ്ട്. ഈ റഹ്മത്ത് ഇസ്ലാമാണ് എന്നുണ്ട്. അപ്പോൾ എങ്ങനെ സന്തോഷിക്കുക നമ്മൾ? ഇസ്ലാം സ്വീകരിച്ച ഒരാൾ പിറ്റേ അടുത്ത വർഷം ഡേറ്റ് ആകുമ്പോൾ അയാളായിരുന്നു ഇവിടെ ആഘോഷം ഉണ്ടാക്കേണ്ടി വരും. ഹിദായത്താണ് എന്നുണ്ട്, ഖുർആനാണ് എന്നുണ്ട്. അപ്പോൾ ഖുർആനാണ് വരുമ്പോൾ എന്ത് ചെയ്യും? അടുത്ത റമദാൻ മാസം വരുമ്പോൾ ഖുർആൻ അടങ്ങിയ മാസം, അപ്പോൾ അന്നൊരു പ്രത്യേകം ഖുർആനൊക്കെ മുമ്പിൽ വെച്ച് ഘോഷയാത്രയും അന്നൊരു ഭയങ്കര ആഘോഷം എല്ലാം കൊണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അതാരും ഇവർ പറയുന്നില്ല. എന്നാൽ ഏത് തഫ്സീറിൽ നിന്നാണോ ഇവർ റഹ്മത്ത് നബി എന്ന് അർത്ഥമെടുക്കുന്നത് അതേ തഫ്സീറിൽ തന്നെ ഈ പറയപ്പെട്ട എല്ലാ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് ഇതിൽ എടുക്കുന്നു. എന്നാൽ ഇതിൽ തന്നെ ഈ മുഫസ്സുകൾ പോലും വിചാരിക്കാത്ത പുതിയ അർത്ഥതലത്തിലേക്ക് അവർ കൊണ്ടുപോകുന്നു. എന്നാൽ അതിൽ വെച്ച് കെട്ടിയിട്ട് ഇത് തെളിവായി അവർ ഉദ്ധരിക്കാൻ ചെയ്യുന്നത്. അതായത് ആ മുഫസ്സിലുകളും നബിയുടെ ജന്മദിനത്തിൽ സന്തോഷിക്കാൻ തെളിവാണ് എന്ന് ഒരു തഫ്സീർ എഴുതിയ ഒരാളും അങ്ങനെ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തിയതായി നമ്മുടെ ശ്രദ്ധയിലൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഇത് തീർച്ചയായും ദുർവ്യാഖ്യാനം തന്നെയാണ്. ഏറ്റവും ചുരുങ്ങിയത് ഇബ്നു അസ്ഖലാനി പറഞ്ഞതുപോലെ, ഫാക്കിഹാനി പറഞ്ഞതുപോലെ, സ്വഹാബിമാരോ താബിഴികളോ അതല്ലെങ്കിൽ 3 നൂറ്റാണ്ടിലെ മുൻഗാമികളായ ഒരാളിൽ നിന്ന് പോലുമോ ഈ അമൽ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ 3 നൂറ്റാണ്ട് കാലത്തെ ഒരാളും ഈ ആയത്ത് പ്രാവർത്തികമാക്കിയില്ല എന്ന് പറയേണ്ടി വരും. എഴുതുമില്ല, അത് പറയാൻ കഴിയില്ല. എങ്കിൽ പിന്നെ അവരാരും ഈ ആയത്ത് മനസ്സിലാക്കി ഇങ്ങനെയല്ല, ഇത് പിൽക്കാലത്ത് വന്ന ഒരു ദുർവ്യാഖ്യാനമാണ്, ഒരു തഫ്സീറിൻ്റെയും പിൻബലമില്ലാത്ത ഇവർ മാത്രം ഉണ്ടാക്കിയെടുത്ത ദുർവ്യാഖ്യാനമാണ് എന്ന് നമുക്ക് വ്യക്തമായി അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, ഇതേപോലെ ഇപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഉസ്താദ്മാർ ഉദ്ധരിക്കണം മറ്റേ ആയത്താണ് ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി. അതെ, അതിന് ഇതേപോലുള്ളൊരു വ്യാഖ്യാനം നൽകപ്പെടുന്നുണ്ട്. സൂറത്തുൽ അഹ്സാബിലാണ് ഈ ആയത്തുള്ളത്. ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്ത്. അള്ളാഹു മലക്കളും പ്രവാചകൻ സ്വലാത്ത് ചൊല്ലുന്നു, അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങളും സ്വലാത്തും സലാമും ചൊല്ലുക. ഇതിപ്പോൾ നേരെ ആലോചിച്ചാൽ തന്നെ വ്യക്തമാണ്. ഇതിൽ ജന്മദിനാഘോഷത്തിൽ ബന്ധപ്പെട്ടോ അങ്ങനത്തെ ഒരു തരത്തിലേക്കും ഇതിൽ വ്യാഖ്യാനം പോകാൻ വകുപ്പില്ല. അള്ളാഹു പ്രവാചകൻ്റെ മേൽ ഗുണം ചെയ്യുന്നു, മലക്കൾ ആ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിശ്വാസികളെ നിങ്ങളും ആ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണത്. മാത്രമല്ല ഈ ആയത്ത് അള്ളാഹു റസൂലിനാണ് ഇറങ്ങിയത്, സ്വഹാബത്തിനാണ് ഓതി കൊടുത്തത്. സ്വഹാബിമാർ ചോദിക്കുക പോലും ചെയ്തു, നബിയെ ഞങ്ങൾക്ക് സലാം പറയാൻ അറിയാം, എന്നാൽ കൈഫ നുസല്ലി അലൈക റസൂലുള്ളാഹ്, സലാം പറയാണ്ട് ഞങ്ങൾക്കറിയാം, പക്ഷേ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? അവിടെ പോയി നബി എന്ത് പറഞ്ഞില്ല? റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ എൻ്റെ ജന്മദിനത്തിൽ സന്തോഷിക്കലാണ് ഈ പറഞ്ഞ സ്വലാത്ത്, ഇത് നബി പഠിപ്പിച്ച് കൊടുത്തില്ല. സ്വഹാബിമാരാരും അങ്ങോട്ട് മനസ്സിലാക്കിയതുമില്ല. മാത്രമല്ല ഈ പുരോഹിതന്മാർ എഴുതി വെച്ച ചില പുസ്തകങ്ങളിൽ വായിച്ച് ഓർക്കുകയാണ്, ഈ ആയത്ത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അള്ളാഹു മൗലിദ് കഴിക്കുന്നു എന്നിവരെ എഴുതിയ ആളുകളുണ്ട്. മലക്കളെ വിളിച്ച് അള്ളാഹു പ്രത്യേകം മൗലിദ് കഴിക്കുന്നുണ്ട് എന്നുവരെ എഴുതി വെച്ച ദുർവ്യാഖ്യാന വീരന്മാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഒരിക്കലും ആ ആയത്തും ഇതും യാതൊരു ബന്ധവുമില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അത് റബീഉൽ അവ്വലിലുമുണ്ട്, റബീഉൽ ആഖിറിലുമുണ്ട്, കൊല്ലം മുഴുവനുമുണ്ട്, എല്ലാ ദിവസത്തിലുമുണ്ട്. മാത്രമല്ല നമസ്കാരത്തിൽ പോലും സ്വലാത്തില്ലാത്ത നമസ്കാരം പൂർണ്ണമാവില്ല എന്ന് ആർക്കറിഞ്ഞുകൂടാത്തത്. അപ്പോൾ അല്ലാതെ പ്രവാചകൻ ജനിച്ച ദിവസം നോക്കി ആഘോഷിക്കാനോ അന്ന് പ്രത്യേകമായ ആചാരമുണ്ടാക്കുവാനോ ഒന്നുമുള്ള തെളിവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചപ്പോൾ സന്തോഷിച്ചതിൻ്റെ പേരിൽ അബൂലഹബിനെ നരകത്തിൽ ശിക്ഷിക്കളവുണ്ട് എന്ന് ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നത്, എന്താണ് അതിൻ്റെ ബേസ്? ഏത് ബുഖാരിയിലുള്ളത് നമുക്കറിയില്ല. മുസ്ലിം ലോകം അംഗീകരിച്ചത് സ്വഹീഹ് ബുഖാരിയുണ്ട്. ആ സ്വഹീഹ് ബുഖാരിയിൽ ഒരു ഹദീസായി അങ്ങനെ സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് നമ്മളിതിൽ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. പിന്നെ ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞ് പലതും പ്രചരിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇതും പ്രചരിപ്പിക്കുന്നു എന്ന് മാത്രം. അബൂലഹബിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ വളരെ വിശദമായി അവൻ്റെ എല്ലാ
തരത്തിലുള്ള മോശമായ പഠനത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. ആ അബൂലഹബിന് പിന്നെ നരകത്തിൽ ഇളവുണ്ട് എന്ന് ഹദീസിലുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലുള്ളത്. യഥാർത്ഥത്തിൽ സ്വഹീഹ് ബുഖാരിയിൽ ഇമാം ബുഖാരി റഹിമഹുല്ല ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അതിനിടയിൽ സുവൈബയെ പറ്റിയുള്ളൊരു പരാമർശം ഹദീസിൽ വന്നു. അപ്പോൾ സുവൈബ ആരാണ് എന്ന ഒരു വിശദീകരണം റിപ്പോർട്ടറുടെ ഭാഗത്ത് നിന്ന് വന്നത് അനുബന്ധമായി ഇമാം ബുഖാരി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പറയുകയാണ് സുവൈബ അബൂലഹബിൻ്റെ അടിമ സ്ത്രീയായിരുന്നു, അബൂലഹബ് അവരെ മോചിപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇമാം ബുഖാരി ഈ റിപ്പോർട്ടർ തന്നെ ഒരു വാക്കായി ശേഷം അനുബന്ധമായി എടുത്തു കൊടുക്കുന്നു. അബൂലഹബിൻ്റെ മരണശേഷം അബൂലഹബിനെ അവൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ സ്വപ്നം കണ്ടുവെന്നും ആ സ്വപ്നത്തിൽ അബൂലഹബ് പറഞ്ഞു, നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോന്നതിന് ശേഷം എനിക്ക് ഒരു സ്വസ്ഥതയും ഒരു ആശ്വാസവും ലഭിച്ചിട്ടില്ല. ഇല്ലാ അന്നി സുഖീത്തു മിൻ ഹാദിഹി ബിതാഖത്തി സുവൈബ, സുവൈബയെ മോചിപ്പിച്ചതിനാൽ ഈ വിരലിലൂടെ എനിക്ക് വെള്ളം കുടിപ്പിക്കപ്പെടുന്നു എന്നതല്ലാത്ത ഒരു ആശ്വാസം എനിക്ക് ലഭ്യമായിട്ടില്ല എന്ന് അബൂലഹബ് സ്വപ്നത്തിൽ പറഞ്ഞു എന്നാണ് ഒരു അനുബന്ധ വാചകമായി ഇമാം ബുഖാരി കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഒരു ഹദീസായിട്ടോ പ്രവാചകപ്പെടുന്നതായിട്ടോ അല്ല. മാത്രവുമല്ല അബൂലഹബ് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു എന്നാണ് കഥയിൽ തന്നെ ഉള്ളത്. അബൂലഹബ് നേർക്ക് നേരെ വന്ന് പറഞ്ഞാൽ പോലും ഇസ്ലാമിൽ അതിന് പ്രത്യേകിച്ച് ഒരു അടിസ്ഥാനവുമില്ല. എങ്കിൽ പിന്നെ അബൂലഹബിൻ്റെ മരണശേഷം അബൂലഹബിൻ്റെ കുടുംബക്കാരൻ അതാരായെന്ന് പറയുന്നുമില്ല. ആ കുടുംബക്കാർ സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിൽ അബൂലഹബ് വന്ന് പറഞ്ഞു എനിക്കൊരു ആശ്വാസമുണ്ട്, ഇനി തിരിച്ചു പറഞ്ഞായിരിക്കും അബൂലഹബിൻ്റെ സ്വപ്നം കണ്ടു, അബൂലഹബ് പറഞ്ഞു ഞാൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു, നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പ്രവാചകൻ്റെ അംഗീകാരമുണ്ടെങ്കിൽ അത് അംഗീകരിക്കാമെന്നല്ലാതെ ഇവർ ഇവിടെ പ്രവാചകൻ പറഞ്ഞുവെന്നോ സ്വഹാബിമാർ പറഞ്ഞുവെന്നോ അല്ലെങ്കിൽ അത് ഇസ്ലാമികമായി അംഗീകരിക്കപ്പെട്ട കാര്യമാണ് എന്നോ ഒന്നും അവിടെ പരാമർശിക്കപ്പെടുന്നില്ല. ഇങ്ങനൊരു അനുബന്ധ കഥ ബുഖാരിയിൽ വന്നു എന്നല്ലാതെ അതും പ്രവാചകൻ്റെ ജന്മദിനത്തെ സന്തോഷിച്ചുകൊണ്ട് എന്നോ അല്ലെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും എന്നോ റബീഉൽ അവ്വൽ 12 എന്നോ എന്നൊന്നും ഇമാം ബുഖാരി അവിടെ രേഖപ്പെടുത്തിയിട്ടുമില്ല. സുവൈബയെ മോചിപ്പിച്ചതിനാൽ എനിക്കിതിലൂടെ വെള്ളം കുടിപ്പിക്കപ്പെടുന്നു എന്ന് അബൂലഹബ് പറഞ്ഞു എന്നല്ലാതെ അതിനപ്പുറത്ത് വേറെ ഒരു പരാമർശവും സ്വഹീഹ് ബുഖാരിയിൽ വന്നിട്ടില്ല. ഇമാം ബുഖാരിയുടെ പേരിൽ ഇങ്ങനെ ഇല്ലാത്തത് വെച്ചുകെട്ടി അത് ഇമാം ബുഖാരിയുടെ കിതാബിലുണ്ട് അല്ലെങ്കിൽ സ്വഹീഹിൽ ഉണ്ട് എന്നു പ്രചരിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഇമാം ബുഖാരിയുള്ളതെല്ലാം സ്വഹീഹാണ്, ആ കിതാബിനുള്ളിലെല്ലാം സ്വഹീഹാണ് എന്നുള്ളൊരു ഇത് പറയുമ്പോൾ ഇത് അതിലുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് നമ്മൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുക? സ്വഹീഹ് ബുഖാരിയിലുള്ള സ്വഹീഹാണ് എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും തന്നെയാണ് മുസ്ലിം ലോകം അതിനെ പരാമർശിച്ചിട്ടുള്ളത്. സ്വഹീഹ് ബുഖാരി എന്ന 2 ചട്ടക്കുള്ളിലുള്ള എല്ലാ പദപ്രയോഗവും സ്വഹീഹാണ് എന്ന് ഇമാം ബുഖാരിയും അഭിപ്രായപ്പെട്ടിട്ടില്ല, ലോകത്തിലളവും അഭിപ്രായപ്പെട്ടിട്ടില്ല. അതേസമയം സ്വഹീഹ് ബുഖാരിയിൽ സനദോടുകൂടി ഉദ്ധരിച്ച ഹദീസുകൾ അതാണ് സ്വഹീഹ് ബുഖാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ആ ഹദീസായി വന്നത് മുഴുവൻ സ്വഹീഹാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ഏത് ഹദീസാവട്ടെ എന്ത് വിഷയത്തിലാണെങ്കിലും സ്വഹീഹ് ബുഖാരിയിൽ സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ട ഹദീസ് പ്രവാചകനിൽ നിന്ന് പ്രവാചകനിലേക്ക് ചേർക്കപ്പെട്ട് പറയുന്ന ഹദീസുകൾ ഏതെല്ലാം ഉണ്ടോ അത് 100% സ്വഹീഹ് തന്നെയാണ്, അല്ലാത്ത ഒന്നുമില്ല. ഇത് അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടവയല്ല എന്നാണ് നാം വിശദീകരിച്ചത്. നേരെ മറിച്ച് അബൂലഹബിനെ കുടുംബത്തിൽപ്പെട്ട ആൾ സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിൽ അബൂലഹബ് ഇങ്ങനെ പറഞ്ഞു എന്ന് ബുഖാരിയിലുണ്ട്. അയാൾ സ്വപ്നം കണ്ടു എന്നുള്ളത് ഇമാം ബുഖാരിക്ക് ലഭ്യമായിട്ടുണ്ട് പരമ്പര സഹിതം, അദ്ദേഹം അത് കൊടുത്തു. അതുകൊണ്ട് ആ സ്വപ്നം തെളിവാണ് എന്നോ സ്വപ്നത്തിൽ അബൂലഹബ് പറഞ്ഞത് ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റിയ ന്യായമാണ് എന്നൊന്നും അതിലില്ല. സ്വപ്നത്തിൽ ആരെയും കാണാം, അവരെന്തും പറയാം. ആ അദ്ദേഹം സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു എന്നുള്ളത് നമുക്ക് വിശ്വാസയോഗ്യമായ വഴിയിൽ കിട്ടി എന്നല്ലാതെ അത് ഇസ്ലാമിൻ്റെ ഒരു അധ്യാപനമായിട്ടോ അതുപ്രകാരം ഖുർആനിൽ തന്നെ വ്യക്തമായി പരാമർശിച്ച ഈ അബൂലഹബിനെ കുറിച്ചുള്ള പരാമർശങ്ങളെ മൊത്തം മറികടക്കാവുന്ന രൂപത്തിലുള്ള ഒരു അധ്യാപനമായിട്ട് നമുക്കിതിനെ കാണാവതല്ല എന്നാണ് വിശദീകരിച്ചത്. ബുഖാരിൻ്റെ ചട്ടക്കുള്ളിലുള്ളതെല്ലാം സ്വഹീഹ് അല്ല എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു വ്യക്തത. അതെ, ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ബുഖാരി എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൻ്റെ 2 ചട്ടക്കുള്ളിൽ യഥാർത്ഥ ഹദീസുകൾ മാത്രമല്ല ഉള്ളത്, അനുബന്ധമായ ധാരാളം വാചകങ്ങൾ ഇമാം ബുഖാരി സന്ദർഭോചിതമായി പല സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹാബിമാരുടെ വാക്കുകൾ, താബികളുടെ വാക്കുകൾ, തബഉത്താബികളുടെ വാക്കുകൾ, ഇങ്ങനെ അനുബന്ധമായ ധാരാളം വാചകങ്ങൾ ചിലപ്പോൾ ഒരു ഹദീസ് വിശദീകരിക്കാൻ വേണ്ടിയോ ഒരു ഹെഡിങ്ങിന് ഒരു വിശദീകരണം നൽകാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമ്മൾ ഈ സൂചിപ്പിച്ച പോലെ തന്നെ ഒരാളുടെ പേര് പരാമർശിക്കുമ്പോൾ അയാളെക്കുറിച്ചുള്ള വിശദീകരണം ആവശ്യമായ വിധത്തിൽ ആ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഹദീസ് ഒരു പദപ്രയോഗം അതിന് വിശദീകരണം ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ റിപ്പോർട്ടർ ഒരു വിശദീകരണം കൊടുക്കും. ഇങ്ങനെയെല്ലാം അനുബന്ധമായി വരുന്ന വാചകങ്ങൾ ധാരാളമുണ്ട്. തൈലീഖാത്ത് എന്നാണ് സാധാരണ അതിന് സാങ്കേതികമായി പറയാറുള്ളത്. ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹ് ബുഖാരിയിൽ തൈലീഖായി കൊണ്ടുവന്ന ഇത്തരം വാചകങ്ങൾ 100% സ്വഹീഹാണ് എന്ന് ലോകത്തൊരാളും പറഞ്ഞിട്ടില്ല. ഇമാം ബുഖാരിയും അത് അവകാശപ്പെട്ടിട്ടില്ല.
മറ്റു പണ്ഡിതന്മാരും അവകാശപ്പെട്ടില്ല. അതുകൊണ്ടാണ് 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സ്വഹിയാണ് എന്ന് നമുക്ക് അഭിപ്രായമില്ല എന്ന് പറയുന്നത്. എന്നാൽ ആ 2 ചട്ടക്കുള്ളിൽ ഹദീസ് എന്ന നിലയ്ക്ക് ഏതെല്ലാം വന്നുവോ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നബി ചെയ്തു, നബി അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരമ്പരയോടുകൂടി സ്വഹിയായ സനദോടുകൂടി ഈ 2 ചട്ടക്കുള്ളിൽ ഹദീസായി ഇമാം ബുഖാരി എന്തെല്ലാം പറഞ്ഞുവോ അത് 100% സ്വഹീ തന്നെയാണ്, അതിൽ അവ്യക്തതയില്ല. എന്നാൽ ഈ നിലയ്ക്കുള്ള തൈരീഖാത്തുകൾ, അനുബന്ധ വാചകങ്ങൾ, നബി അല്ലാത്ത ശേഷമുള്ള സ്വഹാബിമാരുടെയും താബികളുടെയും തമിഴ് താബികളുടെയും മറ്റ് റിപ്പോർട്ടർമാരുമെല്ലാം വാചകങ്ങൾ, അതൊരു പക്ഷേ സ്വഹിയായതുണ്ടാവാം, അല്ലാത്തുണ്ടാവാം എന്ന് ഇമാം ബുഖാരി തന്നെയും വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വഹീഹ് ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ എല്ലാ പണ്ഡിതന്മാരും അത് അംഗീകരിച്ചതാണ്. മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത ഒരു പരമാർത്ഥവുമാണ്. എന്നാൽ അതിൻ്റെ മറവിൽ സ്വഹീഹ് ബുഖാരി വന്ന ഹദീസുകളെ ഈ ന്യായം വെച്ചുകൊണ്ട് തള്ളാനോ വിമർശിക്കാനോ പരിഹസിക്കാനോ സ്വഹിയല്ലെന്ന് പറയാനോ ഒരിക്കലും നമുക്ക് ന്യായവുമില്ല എന്ന് കൂടി നാം ഇതിലേക്ക് കൂട്ടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അബൂലഹബിനെ പറ്റി പറഞ്ഞ ഈ സംഭവം പിന്നെ ഇങ്ങനെ ഹദീസല്ല, അത് പൂർണ്ണമായി അത് ഹദീസല്ല, അത് അനുബന്ധ വാചകമായി സുവൈബയെക്കുറിച്ചുള്ള പരാമർശം വന്നു. പ്രവാചകരോട് താങ്കൾ ഇന്ന സ്ത്രീയെ വിവാഹം അന്വേഷിക്കുന്നവല്ലോ എന്ന വിവരം കിട്ടി എന്ന് ചോദിച്ചപ്പോൾ എനിക്കെങ്ങനെ വിവാഹം കഴിക്കാൻ പറ്റും? കാരണം ഞാനും അവരും മുലകുടി ബന്ധത്തിലുള്ള സഹോദരിമാരാണ്, ഞങ്ങൾ 2 പേർക്കും സുവൈബ മുല തന്നിട്ടുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞ ഒരു പരാമർശം വന്നപ്പോൾ ഇടയ്ക്ക് റിപ്പോർട്ടർ പറയുകയാണ് ആരാണ് സുവൈബ എന്ന്. റിപ്പോർട്ടറുടെ വക ഒരു വിശദീകരണം ഇവിടെ കൊടുത്തതാണ്. അവിടെയാണ് ഈ സംഭവം അബൂലഹബിൻ്റെ അടിമ സ്ത്രീയായിരുന്നുവെന്നും അബൂലഹബ് ഒരു മോചിപ്പിച്ചതാണ് എന്നും പറഞ്ഞപ്പോൾ അവിടെ അനുബന്ധമായി ഒരു സംഭവം എന്ന നിലയ്ക്ക് ആ റിപ്പോർട്ടർ പറഞ്ഞ ഒരു കഥ അനുബന്ധ വചനമായി ഇമാം ബുഖാരി എടുത്തു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഹദീസല്ല. ഒരിക്കലും അവിടെയും പ്രവാചകൻ്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ടൊരു പരാമർശമോ അതിൻ്റെ പേരിൽ സന്തോഷിച്ചുവെന്നോ അതിൻ്റെ പേരിൽ ഞാൻ മോചിപ്പിച്ചുവെന്നോ ഒന്നും അബൂലഹബ് പോലും അവിടെ പറഞ്ഞതായി ഇമാം ബുഖാരിയുടെ ഈ അനുബന്ധ വാചകത്തിൽ പോലും വന്നിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹുവിൻ്റെ പേരിൽ ആടിനെ അറുത്ത് വിതരണം ചെയ്തത് നബിദിനത്തിൻ്റെ തെളിവായിക്കൊണ്ട് ഉദ്ധരിക്കാറില്ല. അതിൻ്റെ നിജസ്ഥിതി എന്താണ്? അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ ദുർവ്യാഖ്യാനം, അല്ലെങ്കിൽ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് ദുർവ്യാഖ്യാനിക്കുന്നത്, ഇതാണ് ഇവർ സാധാരണ തെളിവായി കൊണ്ടുവരാറുള്ളത്. ഈ ഒരു സംഭവം യഥാർത്ഥ ഇതിൻ്റെ ആശയം സ്വഹീഹ് ബുഖാരി ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ അവരിൽ പറയുന്ന രൂപത്തിലോ ശൈലിയോ അല്ല എന്ന് മാത്രം. ഇവരെ പ്രചാരണം കേട്ടാൽ മനസ്സിലാകുന്നത് എല്ലാ വർഷവും ഇങ്ങനെ ഖദീജ ബീവിയുടെ ചരമദിനം വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ആടി നടക്കുകയും എന്നിട്ട് അങ്ങനെ ഖദീജ ബീവിയുടെ ആണ്ട് എന്നും പറഞ്ഞ് കൊടുത്തയക്കുകയും ചെയ്യുമെന്ന തരത്തിലാണ് മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഭാര്യയോട് കാണിച്ച സ്നേഹത്തെപ്പറ്റി പരാമർശിക്കുന്ന ഒരു ഭാഗത്താണ് ഈ പ്രയോഗം വന്നിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രവാചകൻ്റെ ഭാര്യമാരിൽ എനിക്കേറ്റവും വെറുപ്പുള്ളത് ഖദീജയോടായിരുന്നു. ഞാൻ അവരെ കണ്ടിട്ടില്ല ജീവിതത്തിൽ, പക്ഷേ പ്രവാചകർ അവരെക്കുറിച്ച് എപ്പോഴും പരാമർശിക്കാറുണ്ട്. അതാണ് ആ വെറുപ്പിൻ്റെ ഒരു കാരണം. എന്നിട്ട് ആ പരാമർശത്തെപ്പറ്റി പ്രവാചകൻ്റെ സ്മരണയെപ്പറ്റി പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, പലപ്പോഴും നബി വീട്ടിൽ ഒരു ആടിനെ അറുത്താൽ അതിനെ കഷ്ണമാക്കി മുറിക്കുകയും ഖദീജയുടെ കൂട്ടുകാർക്ക് കൊടുത്തേക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ്. റുബ്ബമാ ദബഹ ഷാത്തൻ എന്നാണ്. പ്രവാചകൻ്റെ വീട്ടിൽ പലപ്പോഴും ആടിനറക്കുമ്പോൾ യുഖത്തിയുഹ അഅ്ലാ, അതിനെ കഷ്ണങ്ങളാക്കി മുറിക്കും. സുമ്മ യുർസിലുഹ ഇലാ സദായിഖി ഖദീജ, എന്നിട്ട് ഖദീജയുടെ കൂട്ടുകാരികൾക്ക് അത് കൊടുത്തയക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ പ്രവാചകൻ്റെ വീട്ടിൽ ഒരു സ്പെഷ്യൽ ഭക്ഷണം വല്ലതും ഉണ്ടാകുമ്പോൾ ഖദീജയുടെ കൂട്ടുകാരികൾ അപ്പുറപ്പുറത്ത് താമസിക്കുന്നുണ്ട്, ഖദീജയുള്ള കാലത്ത് അവരെ ആ നിലയ്ക്ക് പരിഗണിക്കാറുണ്ട്. ആ ബന്ധം അദ്ദേഹം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രം. അവിടെ ഖദീജയുടെ മരണവുമായി ബന്ധപ്പെട്ടോ ജന്മവുമായി ബന്ധപ്പെട്ടോ ഒരു ബന്ധവും അതിന് ഇല്ല. മാത്രവുമല്ല, ഈ തെളിവ് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ആണ്ട് കഴിക്കാനും ഈ തെളിവാക്കാറുണ്ട്. എല്ലാ വർഷത്തിലും ചെയ്തു എന്നുള്ള അതെ, അങ്ങനൊന്നുമില്ല. വർഷം നോക്കിയിട്ടോ മാസം നോക്കിയിട്ടോ ദിവസം നോക്കിയിട്ടോ ഒന്നുമല്ല. പ്രവാചകൻ്റെ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഒരു വിഭവം ഉണ്ടാകുമ്പോൾ അത് ഖദീജയുടെ കൂട്ടുകാരികൾക്കും അതിൻ്റെ ഒരു ഭാഗം കൊടുത്തയക്കുന്നു എന്ന് മാത്രം. ഖദീജയോടുള്ള ആ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും അത് നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമേ ഉള്ളൂ. അത് നമുക്കും സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടതുമാണ്. നമ്മോടും സുന്നത്തായിട്ട് പ്രവാചകൻ പഠിപ്പിച്ചപ്പോൾ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഇനി എന്താണ് ഞാൻ ചെയ്യാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സ്വഹാബിമാർക്ക് നൽകിയ നിർദ്ദേശങ്ങളിൽ കാണാം, നിൻ്റെ പിതാവിലൂടെയല്ലാതെ ഉണ്ടായിട്ട് നിലനിൽക്കാത്ത ബന്ധങ്ങൾ, ആ ബന്ധങ്ങളെ നീ നിലനിർത്തിപ്പോരുക എന്നത് പിതാവിൻ്റെ കാലശേഷം നീ ചെയ്യേണ്ടുന്ന ബാധ്യതയായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പിതാവുള്ള കാലത്ത് പിതാവിൻ്റെ കൂട്ടുകാർ, പിതാവുമായി ബന്ധമുള്ളവർ, നമ്മുടെ വീട്ടിലെ സന്ദർശകന്മാർ, പിതാവിൻ്റെ കാലശേഷം ആ വരവ് അവസാനിച്ചു പോകും. എന്നാൽ അവരുമായുള്ള ബന്ധം നിലനിർത്തുക എന്നുള്ളത് പിതാവിനോട് കാണിക്കുന്ന ഒരു ബാധ്യതയുടെ ഭാഗമായി പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തൻ്റെ വീട്ടിൽ ആടി നടക്കുമ്പോൾ അതിലൊരു ഭാഗം
ഖദീജയുടെ കൂട്ടുകാർക്ക് നബി കൊടുത്തയക്കുന്നു എന്നല്ലാതെ ഇതും ജന്മദിനാഘോഷം തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? മാത്രമല്ല ഈ തെളിവ് പറയുന്ന ആളുകൾ ഖദീജ ബീവിയുടെ ജന്മദിനമോ ഖദീജ ബീവിയുടെ ആണ്ടോ നമ്മുടെ നാട്ടിൽ ആഘോഷിക്കുന്നുമില്ല. ഇത് തെളിവായി പറയുകയും മറ്റൊന്നിലേക്ക് കൊണ്ടുപോവുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അല്ല ഖദീജയുടെ ആണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? തെളിവതാണല്ലോ. അല്ലെങ്കിൽ ഖദീജ ബീവിയുടെ ജന്മദിനം അതും കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ജന്മദിനവുമായോ ചരമദിനവുമായോ ഒരു ബന്ധവുമുള്ളതല്ല. മറിച്ച് പ്രവാചകനെ വിട്ട് സ്വാഭാവികമായി ഉണ്ടായ ഒരു കാര്യം അതിനെ ഈ രൂപത്തിൽ ദുർവ്യാഖ്യാനിച്ച് തെളിവാക്കി മാറ്റുന്നു എന്ന് മാത്രം. സംഭവം സ്വഹിയാണ്, ബുഖാരിയിലുണ്ട്, തർക്കമില്ല. പക്ഷേ അതൊരിക്കലും ജന്മദിനവുമായി ബന്ധമുള്ളതല്ല, അതേപോലെ ചരമദിനവുമായി ബന്ധമുള്ളതല്ല, അങ്ങനെ ദിവസമോ മാസമോ കൊല്ലമോ കണക്കാക്കി ചെയ്തതുമല്ല. അതുമായും ബന്ധമില്ല, റബീഉൽ അവ്വലുമായിട്ടും ബന്ധമില്ല. ആ നിലക്ക് ഒരു സവിശേഷം കൽപ്പിച്ചുകൊണ്ട് ചെയ്ത ഒന്നേ അല്ല. നബിയുടെ വീട്ടിൽ സ്വാഭാവികമായി ഉണ്ടാവുക, നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും ഉണ്ടാവാറുള്ള ഒരു കാര്യമെന്ന് മാത്രം. നമ്മുടെ വീട്ടിൽ നമ്മുടെ പിതാവിൻ്റെ പഴയ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മരിച്ചുപോയ മാതാവിൻ്റെ സുഹൃത്തുക്കൾ അവരൊക്കെ കാണുമ്പോൾ നമ്മൾ കാണിക്കുന്ന ആ ഒരു ആദരവും ബഹുമാനവും അതിൻ്റെ മറ്റൊരു തലം പ്രവാചകൻ അവിടെ ചെയ്തു എന്നല്ലാതെ അതും ഇതുമായി യാതൊരു ബന്ധവും ഇല്ല എന്നതാണ് വസ്തുത. നബിദിനവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നു നിർബന്ധമായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ട, നമ്മളെ ചർച്ചയിൽ ഒരു ഏരിയ വരേണ്ട സംഗതി പിന്നെ ഇപ്പോൾ നബിദിനത്തിൻ്റെ അന്നും അല്ലാത്തതുമായിട്ട് നമ്മളെ നാട്ടിലെ ആളുകൾ നിരന്തരമായി ചെല്ലുന്ന കുറേ മൗലിദ് എന്നുള്ള പേരിൽ കുറേ വരികളും ഇവർ പിൽക്കാലത്ത് വന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഇസ്ലാമികതയും എത്രത്തോളം അത് ദീനിൽ നിന്ന് അകന്നു നിൽക്കുന്നുണ്ട് എന്നൊരു ഏത് ചർച്ചയിൽ നമുക്ക് വളരെ തീർച്ചയായുമുണ്ട്. ഇപ്പം നബിദിനാഘോഷം ബിദ്അത്താണ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ബിദ്അത്ത് എന്ന് നമ്മൾ ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. ആഘോഷം എന്നത് ബിദ്അത്താണ്. എന്നാൽ ആ ആഘോഷത്തിൻ്റെ ഭാഗമായി ഹറാമുകളും കറാഹത്തുകളും അതേപോലെ കുഫറും ഷിർക്കും ഖുറാഫത്തും എല്ലാം അതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. വിശേഷിച്ച് നമ്മൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ ഭാഗമായി ചൊല്ലുന്ന ധാരാളം മൗലിദുകൾ, ഉദാഹരണം മങ്കൂസ് മൗലിദ്, ഷറഫ് അല മൗലിദ്, ഇങ്ങനെ തുടങ്ങി ധാരാളം മൗലിദുകൾ ഇന്ന് ആലപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ വളരെ കഠിനമായ ഷിർക്ക് വരെ ധാരാളമായി ഇതിൽ കടന്നു കൂടിയിട്ടുണ്ട്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സ്ഥാനത്ത് അള്ളാഹുവിന് പുറമെ പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന വരികൾ, അതേപോലെ ആരുടെ പേരിലാണോ ഓരോ മൗലിദും സ്ഥാപിക്കപ്പെട്ടത് ആ വ്യക്തിയോട് പ്രാർത്ഥിക്കുന്ന ധാരാളം വരികൾ നമുക്കതിൽ കാണാൻ കഴിയും. ഉദാഹരണമായി ഇപ്പോൾ ഷറഫ് അല മൗലിദ് ഈ റബീഉൽ അവ്വൽ മാസം വന്നാൽ വ്യാപകമായി പാരായണം ചെയ്യുന്ന ഒന്നാണ് ഷറഫ് അലാം. ആരുണ്ടാക്കി ആരാ ചെയ്താവ് എന്നൊന്നും അത്ര കണിശമായി ലഭ്യമല്ല ചരിത്രം, അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നു എന്നേ ഉള്ളൂ. ആ ഷറഫ് അല മൗലിദിൽ അഷ്റഖ ബൈത്ത് എന്ന ബൈത്തിൽ പ്രവാചകൻ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് അബ്ദുക്കൽ മിസ്കീൻ യർജു ഫദ്ലക്കൽ ജമ്മൽ ഗഫീർ ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബഷീറു യാ നദീർ എന്നാണ്. അഥവാ പ്രവാചകനെ വിളിച്ചുകൊണ്ട് പറയാണ് അബ്ദുക്കൽ മിസ്കീൻ യർജു, പ്രവാചകൻ താങ്കളുടെ മിസ്കീനായ സാധുവായ അടിമ താങ്കളുടെ ഔദാര്യം ആഗ്രഹിക്കുന്ന നബിയെ എന്ന് പ്രവാചകനെ വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്ത് നബിയോട് പ്രാർത്ഥിക്കുന്ന വരികൾ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ വലിയ ഗൗരവമാണത്. അള്ളാഹുവിൻ്റെ റസൂല് പോലും അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നാണ് സ്വയം പോലും പരിചയപ്പെടുത്തിയത്. ആ സ്ഥാനത്ത് പ്രവാചകൻ്റെ അടിമയാണ് എന്ന് വിളിക്കുകയും അതും മിസ്കീനായ അടിമയാണ്, താങ്കളുടെ ഔദാര്യമാണ് എനിക്ക് ആവശ്യം, ഫضല് അള്ളാഹുവിൻ്റെ ഫضലാണ് സാധാരണ എല്ലാവരും തേടുന്നത്. ആ സ്ഥാനത്ത് താങ്കളുടെ ഫضല് നബിയെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും ശേഷം നബിയോട് പ്രാർത്ഥിക്കുകയാണ് ഫഅഗിസ്നി വ അജിർനി യാ മുജീറു മിനസ് സഈർ യാ ഗിയാസി യാ മലാദി ഫീ മുലിമ്മാത്തിൽ ഉമൂർ, അതിനാൽ എന്നെ സഹായിക്കണേ, എനിക്ക് അഭയം നൽകണേ, ആവിൽക്കരമായ ഘട്ടങ്ങളിൽ സഹായിക്കുന്ന നബിയെ എന്ന് വിളിച്ചുകൊണ്ട് പ്രവാചകനോട് നേരെ സഹായത്തിനായി തേടുന്ന, നബിയോട് പ്രാർത്ഥിക്കുന്ന, നബിയുടെ സാധുവായ അടിമയാണ് എന്ന് സ്വയം സമ്മതിക്കുന്ന വരികൾ വരെ ഷറഫ് അല മൗലിദിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതേപോലെ മങ്കൂസ് മൗലിദ് അതിൽ കാണാം ഇർത്തക്കബത്തു അദൽ ഖത്ത വൈറ ഹസ്രിൻ വ അദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, പ്രവാചകരെ ഞാൻ ധാരാളം പാപങ്ങൾ ചെയ്തു പോയി, അതിനാൽ താങ്കളോട് ഞാൻ ആവലാതി പറയുന്നു എന്ന് പറഞ്ഞ് പ്രവാചകരോട് പാപം ചെയ്തു പോയതിൽ ആവലാതി പറയുന്ന, നബിയോട് ആ പാപമോചനത്തിനായി തേടുന്ന തരത്തിലുള്ള ആശയം ഉൾക്കൊള്ളുന്ന വരികൾ ഇതിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. സമാനമായി ധാരാളം അസ്സലാമു അലൈക യാ മാഹിദുനൂബി, പാപങ്ങൾ മായ്ക്കുന്ന നബിയെ എന്ന് നബിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സലാം ബൈത്ത് എന്ന ബൈത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ തുടങ്ങി ധാരാളം ശിർക്കൻ വരികൾ, അതേപോലെ ഒരു അടിസ്ഥാനവുമില്ലാത്ത കെട്ടുകഥകൾ, ആര് പറഞ്ഞു എന്നറിയാത്ത, എവിടെ നിന്ന് കിട്ടിയെന്നറിയാത്ത, ആരെല്ലാമോ പ്രചരിപ്പിച്ച ഒരുപാട് കെട്ടുകഥകൾ പ്രവാചകൻ്റെ പേരിൽ ഇതിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതേപോലെ സ്ഥിരപ്പെടാത്ത ദുർബലങ്ങളായ ധാരാളം സംഭവങ്ങൾ ഇതിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് എന്തിനാണ് സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നവർ ഇതൊന്നും അതെ ഇത് അവർ കാണുന്നില്ല.
അവർ ഏതായാലും ആഘോഷമല്ലേ മദ്ഹല്ലേ എന്നാണ് അവർ ന്യായമായി പറയുന്നത്. മദ്ഹ് ഒരു ഭാഗത്തുണ്ട് ശരി, പക്ഷെ അതിനേക്കാളേറെ ഈ തരത്തിലുള്ള വളരെ ഗൗരവതരമായ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തെ തന്നെ തകർക്കുന്ന തരത്തിൽ വിശ്വാസരംഗത്ത് പൂർണ്ണമായും ഒരു വലിയ അഗാധ ഗർത്തത്തേക്ക് ചാടുന്ന രൂപത്തിലുള്ള വരികൾ ഇത് സ്ഥാനം പിടിച്ചു. അതൊക്കെ അറിയാതെയായിരിക്കാം ഒരു പക്ഷേ ഇതൊക്കെ ഒരു ഗൗരവമല്ലാതെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ബേസ് തന്നെ തകർക്കുന്ന, വിശ്വാസം തകർക്കുന്ന, നരകം നിർബന്ധമാകുന്ന, സ്വർഗം ഹറാമാകുന്ന തരത്തിലുള്ള ആശയങ്ങളാണ് ഈ വക വരികളൊക്കെയും സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ ചിലതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി എന്നവരെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അഞ്ചെണ്ണം ഞങ്ങൾ അംഗീകരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മറ്റൊരു ഗതിയില്ലാത്തത് കൊണ്ട് സമ്മതിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ളത്. വല്ലപ്പുഴയിൽ വെച്ച് ഏകദേശം 4-5 വർഷങ്ങൾക്ക് മുമ്പ് നബിദിനാഘോഷവും മാലം മൗലിദുമായി ബന്ധപ്പെട്ട് ഒരു വാദപ്രതിവാദം അലവി സഖാഫി അടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് മുജാഹിദ് സുന്നി സംവാദം ഈ വിഷയത്തിൽ നടക്കുകയുണ്ടായി. അന്ന് ആ ചർച്ചയിൽ ഈ മൗലിദ് കിതാബിലുള്ള ഇത്തരം ധാരാളം വരികൾ എടുത്തുകൊണ്ട് ഇതൊക്കെ ഇസ്ലാമികമാണെന്ന് സ്ഥാപിക്കണമെന്നതായിരുന്നു നാം അവർക്ക് മുമ്പിൽ വെച്ചൊരു ആവശ്യം. അതിന് സാധിക്കില്ല എന്ന് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അവർ ആദ്യമേ വ്യവസ്ഥയിൽ തന്നെ പറഞ്ഞു, എല്ലാ മൗലിദ് കിതാബും ഞങ്ങൾ അംഗീകരിക്കില്ല. 333 വക, 222 വക, 444 വക ധാരാളം വകയുണ്ട്, അതൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് അലവി സഖാഫി പറഞ്ഞത് വളരെ വ്യാപകമായ ക്ലിപ്പുകൾ പിന്നെ നാട് നീളെ വിതരണം ചെയ്യപ്പെട്ട ഈ 5 മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ, ബാക്കി പരിശോധിക്കണം എന്ന് പറഞ്ഞു എന്നല്ലാതെ അതിനുശേഷം ഇപ്പോഴും ആ ബാക്കിയുള്ളതും സമൂഹം ആചരിച്ചു കൊണ്ടിരിക്കുന്നു, ഇവരും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, അത് വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്നു, അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഉത്തരം മുട്ടുമ്പോൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നവർ ന്യായം പറയുന്നതെന്ന് മാത്രം. ഇത് മാത്രമല്ല, മുടി വിവാദം വന്നപ്പോൾ ഇങ്ങനെ പല സത്യങ്ങളും അവർക്ക് തുറന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണമായി മുടി വിവാദം വന്ന് സനദ് ചോദിച്ചപ്പോൾ അവസാനം ഒരു ഗത്യന്തരമില്ലാതെ പറഞ്ഞെന്താണ്, അങ്ങനെയാണെങ്കിൽ മങ്കൂസ് മൊയ്തീന് സനദ് എവിടെ എന്ന് പേരോട് മുസ്ലിം ചോദിച്ചിട്ടുണ്ട്. മൊഹീദ്ദീന്മാർക്ക് സനദ് എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ സിദ്ദീഖ് മൊയ്തീൻ വന്നൊരു കഥ, സിദ്ദീഖ് റളിയല്ലാഹുവിനെ പ്രവാചനേക്കാൾ സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന കഥ, ആ കഥയെ അവർ മുമ്പേ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പലതിനെയും അവർ തന്നെയും ഇത്തരം ചില വിവാദങ്ങളിൽ അവർക്ക് തള്ളേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇനിയും ഇൻഷാല്ലാഹ് തള്ളിക്കൊണ്ടിരിക്കും. ഇബ്നു തൈമിയ്യ അടക്കമുള്ള മുൻകാല നേതാക്കന്മാരും അതേപോലെ തന്നെ കേരളത്തിൽ ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത ആളുകളൊക്കെ നബിദിനത്തെ അംഗീകരിക്കുന്നവരും അതിനെ അനുവദിച്ചവരുമാണ് എന്നുള്ളൊരു ചർച്ചയും വിഷയമായും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. നബിദിനാഘോഷത്തിന് മറ്റ് തെളിവൊന്നുമില്ല എന്ന് വരുമ്പോൾ അവസാനം ചില മുസ്ലിയാക്കന്മാർ കണ്ടെത്തുന്ന ഒരു നയമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെയും കഴിഞ്ഞകാല നേതാക്കന്മാരൊക്കെ ഇത് അംഗീകരിച്ചവരും പ്രതിപദാർഹമാണ് എന്ന് പറഞ്ഞവരുമാണ്. ഇപ്പോഴാണ് ഇതൊക്കെ പറ്റാതായത് എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കാറുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അതിൽ കഴിഞ്ഞകാല നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ നേതാവായി മുജാഹിദ് പ്രസ്ഥാനം കാണുന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ്. ശേഷം സ്വഹാബിമാർ, താബിഴുകൾ, താബിഴികൾ തുടങ്ങിയവരാണ് മുജാഹിദ് പ്രസ്ഥാനം നേതാക്കന്മാരായി കാണുന്നവർ. അതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് ചേർത്തുകൊണ്ടോ ആ വ്യക്തി പറഞ്ഞ വാചകങ്ങൾ അപ്പടി അവസാന വാക്യം സ്വീകരിച്ചുകൊണ്ട് അല്ല മുജാഹിദ് പ്രസ്ഥാനം ഏത് കാലഘട്ടത്തിലും പ്രവർത്തിച്ചിട്ടുള്ളത്. മറ്റു ഇബ്നു തൈമിയ്യ അടക്കമുള്ള പണ്ഡിതന്മാർ അവർ ഇസ്ലാമിന് ഒരുപാട് സേവനങ്ങൾ ചെയ്തവരാണ്. ആ സേവനങ്ങളെ മാനിക്കുകയും അവരുടെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മാതൃകയാക്കാൻ പറ്റാവുന്നത് മാതൃകയാക്കുകയും, എന്നാൽ അവരിൽ അപാകതയുണ്ടെങ്കിൽ അത് അപാകതയാണ് എന്ന് തുറന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ശൈലിയെ മുജാഹിദ് പ്രസ്ഥാനം ഏത് കാലത്തും സ്വീകരിച്ചിട്ടുള്ളൂ. ഇനി ഇവരൊക്കെ ഒരു കാര്യം സുന്നത്താണ്, ഇത് പുണ്യമാണ് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക, എങ്കിൽ പോലും അത് ഇസ്ലാമിൽ അടിസ്ഥാനമില്ലാത്ത ഒന്നാണെങ്കിൽ അവർ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ മാത്രം അതൊരിക്കലും പുണ്യമായി മാറുകയില്ല. കൂലി കിട്ടാത്തൊരു സംഗതിയെപ്പറ്റി കൂലി കിട്ടുമെന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞാൽ അതോടുകൂടി അത് പ്രതിഫലാർഹമായി മാറുമെന്ന് പറയാൻ നമുക്ക് എന്താ ന്യായമുള്ളത്? അതുകൊണ്ട് തന്നെ ഒരു കാര്യം പുണ്യമാകണമെങ്കിൽ അത് പറയേണ്ടത് ഇബ്നു തൈമിയ്യ അല്ല, ഇബ്നു ഖയ്യിം അല്ല, ഇബ്നു കസീർ അല്ല, ആ നിലക്കുള്ള പണ്ഡിതന്മാരല്ല. അത് പറയേണ്ടത് അള്ളാഹുവിൻ്റെ വഹ്യ് പ്രകാരം അവൻ്റെ പ്രവാചകരുമാണ്. ഏതായിരുന്നാലും എന്താണ് മുൻഗാമികളായ ഈ പറയപ്പെട്ട പണ്ഡിതന്മാരും അല്ലാത്തവരും പറഞ്ഞു വെച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം. യഥാർത്ഥത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിലാണ് ഇവിടെ സാധാരണ സൂചിപ്പിക്കപ്പെടുന്ന പ്രയോഗങ്ങൾ അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. ആ ഗ്രന്ഥം തന്നെ ജൂത ക്രൈസ്തവരുമായും അതേപോലെ മുസ്ലിങ്ങളുമായൊക്കെ എതിരാവേണ്ടതിന് ആവശ്യകത പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. അതിൽ ആഘോഷങ്ങൾ പറയുമ്പോൾ ക്രിസ്ത്യാനികളുമായി അല്ലെങ്കിൽ ജൂതരുമായി സാദൃശ്യപ്പെട്ടുകൊണ്ട് പല ആഘോഷങ്ങളും മുസ്ലിം സമുദായത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ആഘോഷമാണ് നബിദിനാഘോഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ അധ്യായം ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ഈ ആഘോഷം ഇസ്ലാമികമല്ല എന്നും അത് ജൂത ക്രൈസ്തവരോട് സാദൃശ്യപ്പെട്ടുകൊണ്ട് ഉണ്ടായി വന്നതാണ് എന്നുമാണ് അദ്ദേഹം അതിൽ പറഞ്ഞതിൻ്റെ ആകത്തുക.
മാത്രവുമല്ല അദ്ദേഹം തീർത്തു പറയുകയും ചെയ്തു, സ്വഹാബിമാരോ താബിഴികളോ സലഫ് സ്വാലിഹികളായ ആരും തന്നെയും ഈ ഒരു ആഘോഷം ആഘോഷിച്ചിട്ടില്ല എന്നും അവർക്ക് മതപരമായി ഇതിൽ ഹൈറുണ്ട് എന്ന് അറിയുമായിരുന്നുവെങ്കിൽ അവരാണ് നമ്മളെക്കാളേറെ കൂടുതൽ താല്പര്യപൂർവ്വം അത് ചെയ്യുമായിരുന്നത് എന്നും വരെ അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുണ്ട്. ശേഷം അദ്ദേഹം പറഞ്ഞു, അതിനുള്ള പ്രചോദനങ്ങൾ, ഈ ആഘോഷം നിർവഹിക്കാനുള്ള പ്രചോദനങ്ങൾ അദ്ദേഹം വിവരിക്കുമ്പോൾ ചിലർ ഇത് ഉണ്ടാക്കിക്കൊണ്ടുവന്നത് നസ്വാറാക്കളോട് സാദൃശ്യപ്പെട്ടുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ചിലരാവട്ടെ ആത്മാർത്ഥമായി നബിയോടുള്ള സ്നേഹം എന്ന നിലയ്ക്ക് ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഒരു പക്ഷേ അവരുടെ ആ സ്നേഹത്തിന് അല്ലാഹു തആല പ്രതിഫലം കൊടുത്തേക്കാം, ആ ബിദ്അത്തിന് കൂലിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ പദപ്രയോഗം. അതാണ് വല്ലാഹു യുസീബുഹും അലാ ദാലിക, അല്ലാഹു തആല പ്രതിഫലം നൽകിയേക്കാം. കാരണം എന്താണ്? അതിൽ പ്രവാചകനുള്ള തഅലീമുണ്ട്, മഹബത്തുണ്ട് എന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹം പറഞ്ഞു ലാ അലൽ ബിദ്അഇ, ബിദ്അത്തിനല്ല പ്രതിഫലം കിട്ടുന്നത് എന്ന് അദ്ദേഹം പ്രത്യേകം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബിദ്അത്താണ് എന്നും അതിന് പ്രതിഫലമില്ല എന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ നിഷ്കളങ്കരായ സാധാരണക്കാരായ ആളുകൾ ആത്മാർത്ഥമായ പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവർക്ക് പക്ഷേ ആ സ്നേഹത്തിന് അല്ലാഹു തആല കൂലി കൊടുത്തേക്കാം എന്ന നിഗമനം അദ്ദേഹം പറഞ്ഞുവെന്നല്ലാതെ ഇത് ബിദ്അത്ത് തന്നെയാണ് എന്നും മുൻഗാമിക്ക് പരിചയമില്ല എന്നും അദ്ദേഹം വ്യക്തമായി അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ശേഷക്കാരായ കെ എം മൗലവിയെ പോലുള്ള കെ മൗലവിയെ പോലുള്ള പണ്ഡിതന്മാരെക്കുറിച്ച് അവർ അൽ മുർഷിദും അൽ ഇർഷാദിലുമൊക്കെ ഇത് അംഗീകരിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതി എന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങൾ വരാറുണ്ട്. 1936 കാലയളവിലെ അൽ ഇർഷാദിലും അൽ മുർഷിദിലുമൊക്കെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ധാരാളം ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. ഉദാഹരണമായി താരീഖു മൗലിദിൻ നബി വഹുക്മുഹു എന്ന ലേഖനം അൽ മുർഷിദിൽ കാണാം. മൗലിദിൻ്റെ ചരിത്രവും അതിൻ്റെ വിധിയും എന്ന ഹെഡിങ്ങിലാണ് അദ്ദേഹം ആ ലേഖനം എഴുതിയിട്ടുള്ളത്. അവരൊക്കെ ആ ലേഖനങ്ങളിൽ ഇത്തരമൊരു ആചാരം പ്രവാചകർക്ക് പരിചയമില്ലാത്തതാണ് എന്നും ആദ്യകാലത്തില്ലാത്തതാണ് എന്നും മുദഫർ രാജാവ് ഉണ്ടാക്കിയതാണ് എന്നും അതുകൊണ്ട് തന്നെ അത് പുത്തനാചാരമാണ് എന്നും സമർത്ഥിക്കാത്തിൽ രചനകൾ ചെയ്യുന്നത്. എന്നാൽ ആ കൂട്ടത്തിൽ അദ്ദേഹം എന്താണ് ഇതിനെ ഹുക്മ് എന്ന് ചർച്ച ചെയ്യുമ്പോൾ ചില പണ്ഡിതന്മാർ നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു, ചില പണ്ഡിതന്മാർ മോശപ്പെട്ട ബിദ്അത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ചരിത്രം അദ്ദേഹം വിശകലനം ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. മാത്രവുമല്ല ഇന്ന് നടക്കുന്ന മൗലിദാഘോഷങ്ങളെ നിശിതമായി വിമർശിക്കുകയും ഇതുകൊണ്ടൊരിക്കലും പ്രവാചകൻ്റെ ചര്യ പഠിക്കുവാനോ പ്രവാചകനെ ശരിയായ രൂപത്തിൽ പിൻപറ്റുവാനോ ഇതൊരിക്കലും പര്യാപ്തമല്ല എന്ന് അദ്ദേഹം ശേഷം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നിലക്കല്ല സ്നേഹിക്കേണ്ടത് എന്നും പ്രവാചകനെ ശരിയായ പാതകളെ പിൻപറ്റുകയും അത് പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക വഴിയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്നും ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ് എന്ന ആയത്തടക്കം തെളിവായി കൊടുത്തുകൊണ്ട് അവരതിൽ വിശദീകരിക്കുന്നുമുണ്ട്. അല്ലാതെ ഇന്ന് കാണുന്ന നബിദിനാഘോഷം അത് ന്യായമാണെന്നും സുന്നത്താണെന്നും പ്രതിപദാർഹമാണെന്നും അവരാരും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇതിൽ നിന്നും മാറി റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നാം ചെയ്യേണ്ടത് പ്രവാചകരുടെ ശരിയായ ചരിത്രം പഠിപ്പിക്കുകയും പ്രവാചകരുടെ സുന്നത്തുകളെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്ന് അവർ പറയുകയും അതിനുവേണ്ടി അവർ പ്രത്യേകം വേദികൾ സംഘടിപ്പിക്കുകയും അതിന് പക്ഷേ മൗലിദ് നബി എന്ന് പേര് അവർ വെക്കുകയും ചെയ്തു എന്നതാണ് അവിടെ രചനകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ സമാനമായി ഈ കാലഘട്ടങ്ങളിൽ റബീഉൽ അവ്വൽ മാസം വന്നാൽ വ്യാപകമായി മുജാഹിദ് പ്രസ്ഥാനം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ എല്ലാ നോട്ടീസും വായിച്ചാൽ കാണാം വിഷയം പ്രവാചക സ്നേഹം. ഒരു പക്ഷേ ഈ പോസ്റ്റർ ഒരാൾ സൂക്ഷിച്ച് വെച്ച് ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ടൊരാൾ വാദിക്കുകയാണ് അന്നൊക്കെ റബീഉൽ അവ്വൽ മാസം വന്നാൽ മുജാഹിദുകൾ പ്രവാചക സ്നേഹം എന്ന പേരിൽ പ്രത്യേകം പരിപാടികൾ പോലും സംഘടിപ്പിച്ചിരുന്നു, ഇപ്പോഴാണതൊക്കെ അവർക്ക് അന്യമായി മാറിയത് എന്നൊരാൾ വാദിച്ചാൽ എന്തായിരിക്കും ഉണ്ടാവുക? അതാണ് യഥാർത്ഥത്തിൽ അന്നത്തെ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അത് ഇപ്പോൾ ഒരു 60-70 വർഷം ഇപ്പുറത്ത് അതിൽ ചില കട്ടിങ്സ് മാത്രം എടുത്ത് വായിക്കുമ്പോൾ ആളുകളെ തിരിച്ചറിയിപ്പിക്കാൻ സാധിക്കും എന്ന ആ തിരിച്ചറിവ് കൊണ്ട് അതിന് മുസ്ലിയാക്കന്മാർ ശ്രമിക്കുന്നുവെന്നല്ലാതെ യഥാർത്ഥത്തിൽ അവരാരും ഈ നബിദിനാഘോഷം ന്യായമായോ സുന്നത്തായോ പ്രതിഫലാർഹമായോ അത് പ്രവാചകൻ്റെയും സ്വഹാബത്തിൻ്റെ മാതൃകയുള്ളതായോ ഖുർആൻ ഹദീസും പഠിപ്പിച്ച ഒരു പുണ്യകർമ്മമായോ അവരാരും പരിചയപ്പെടുത്തിയിട്ടില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രമാണങ്ങളെ കൃത്യമായി പഠിക്കാനുള്ള സാഹചര്യം നമുക്കുണ്ട്. ചില ആളുകളൊക്കെ ചിന്തിക്കുക എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് ആയിരക്കണക്കിന് ആയത്തുകൾക്കിടയിൽ നിന്ന് ലക്ഷക്കണക്കിന് ഹദീസുകൾക്കിടയിൽ നിന്ന് എനിക്കെങ്ങനെ സത്യസന്ധമായ കാര്യങ്ങളെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ്. ഒന്ന്, നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ എൻ്റെ ഹൃദയത്തെ നീ നിൻ്റെ മാർഗ്ഗത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അരിനൽ ഹഖ്ക ഹഖ്ക, ഹക്കിനെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം, അതിനെ പിൻപറ്റാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. ആ ഹക്കല്ലാത്തതിനെ സത്യമല്ലാത്തതിനെ മാറ്റി നിർത്താനുള്ള മനസ്സിനെയും എനിക്ക് തരണം എന്ന പ്രാർത്ഥന നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. മാത്രമല്ല രാത്രികാലങ്ങളിൽ തഹജ്ജുദിനു വേണ്ടി എണീക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിരുന്ന മഹത്തരമായൊരു പ്രാർത്ഥനയുണ്ടല്ലോ,
ഒരുപക്ഷെ നമ്മിൽപ്പെട്ട പലർക്കും അത് അറിയുക പോലുമില്ല. കാരണം നമ്മുടെ സത്യാന്വേഷണം അത്രത്തോളം ദുർബലമാണ് എന്നാണ് ഞാൻ പറയാ. നോക്കൂ, നിങ്ങൾ പ്രവാചക തിരുമേനി ലോകമുറങ്ങുന്ന രാത്രിയിൽ രാക്കുയിലിൻ്റെ രാഗം കേൾക്കാൻ സാധ്യതയുള്ള മദീനയിലെ രാവുകളിൽ തൻ്റെ സ്പന്ദിക്കുന്ന ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ദുആയാണ് അല്ലാഹുമ്മ റബ്ബ ജബ്രാഈല വ മീകാഈല ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ എന്ന വാചകത്തിലൂടെ തുടരുന്ന ദുആ. അല്ലാഹുവേ, ജിബ്രീലിൻ്റെ റബ്ബേ, മീകാഈലിൻ്റെ റബ്ബേ എന്ന് പറഞ്ഞിട്ട് നീയാണ് അടിമകൾക്കിടയിലെ ഭിന്നതകളെ പരിഹരിക്കുന്നവൻ, ഞാൻ ഭിന്നതയിലായ വിഷയത്തിലും എനിക്ക് നീ പരിഹാരമുണ്ടാക്കി തരണേ എന്ന പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് നമുക്കും നടത്താൻ സാധിക്കും. ആ പ്രാർത്ഥന കണ്ടെത്തി നമ്മളൊക്കെ പഠിക്കേണ്ടതാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ്റെ ചോദ്യമാണ്. ഖുർആൻ എളുപ്പമാണ്. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ലോകത്തെ സർവർക്കുമുള്ള വേദഗ്രന്ഥമാണ്. മുസ്ലിം ആചാരക്രമങ്ങളിലും അനുഷ്ഠാനക്രമങ്ങളിലും ഓതിത്തീർക്കേണ്ട മന്ത്രധ്വനികളല്ല യഥാർത്ഥത്തിൽ ഖുർആൻ. അതിനു മാത്രമുള്ളതല്ല, മറിച്ച് ചിന്തിക്കുന്ന ബുദ്ധിയോടുള്ള സംവാദങ്ങളും ആശയപരമായ കൈമാറ്റങ്ങളുമാണ് ഖുർആൻ, ലോകത്തെ സർവർക്കുമുള്ള വേദഗ്രന്ഥം. ആ വേദഗ്രന്ഥം പഠിക്കാൻ സന്നദ്ധമാകുന്നവർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് ഞാൻ എളുപ്പമാക്കി കൊടുത്തിരിക്കുന്നു എന്ന് ഖുർആൻ പറയാണ്. ലോകത്ത് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അവർ മദ്രസയിൽ പോയി അലിഫ് മുതൽ യാ വരെ അറബി അക്ഷരമാല പഠിച്ച് അതിൻ്റെ ശേഷം വേറെയുള്ള പുസ്തകങ്ങൾ പഠിച്ച് സ്വീകരിക്കുന്നതല്ല, മറിച്ച് സത്യാന്വേഷണവുമായി ചെല്ലുന്ന ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സത്യാന്വേഷണത്തിൻ്റെ വഴി എളുപ്പമാക്കി കൊടുക്കുന്ന കാര്യം ഏറ്റെടുത്തത് റബ്ബാണ് എന്ന സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ രംഗത്ത് കൂടുതൽ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകണം. അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഓദിപ്പിച്ചതുപോലെ നമുക്കൊക്കെ അറിയുന്നൊരു വചനമുണ്ട്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബ്കുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നബിയെ, പറയുക, നിങ്ങൾ അല്ലാഹുവെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക. എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരികയും ചെയ്യുന്നതാണ്. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ഇസ്ലാമിക മാനവും ആ വിഷയത്തിലെ ശരിതെറ്റുകളും വളരെ ശക്തമായി വിലയിരുത്തി ഒരു വൈജ്ഞാനിക യാത്രയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പൂർത്തിയാകുന്നത്. അള്ളാഹുവിൻ്റെ സ്നേഹവും പ്രവാചകൻ്റെ സ്നേഹവും എല്ലാം നമുക്ക് ലഭ്യമാകുന്നത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിർദ്ദേശങ്ങളും കൽപ്പനകളും ജീവിതത്തിൽ നടപ്പിലാക്കുക വഴിയാണ്. ആ പ്രവാചക സ്നേഹം റോട്ടിലിറങ്ങി ദഫടിക്കലോ സ്കൗട്ടടിക്കലോ അല്ലെങ്കിൽ വാദ്യമേളങ്ങളും ആഘോഷങ്ങളും ആനന്ദങ്ങളുമായി റോട്ടിലിറങ്ങലോ അതല്ലെങ്കിൽ റബീഉൽ അവ്വൽ 12 രാവ് പുലരുവോളം പാടിത്തിമിർക്കലോ അല്ല, മറിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ നിർബന്ധവും അതേപോലെ തന്നെ ഐച്ഛികവുമായ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കലാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ ഉണ്ടാകേണ്ടത്. വേണമെങ്കിൽ ചില ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. നിങ്ങളുടെ വീടിൻ്റെ അയൽപ്പക്കത്ത് താമസിക്കുന്ന രോഗിയായ ഒരു വ്യക്തിയെ സന്ദർശിക്കലും അയാൾക്ക് വേണ്ട രോഗശുശ്രൂഷകൾ ചെയ്യലും അദ്ദേഹത്തോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹമാണെങ്കിൽ പോലും അതിൻ്റെ അപ്പുറത്ത് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്. മുഖത്തിൻ്റെ ഭാഗത്ത് ക്യാൻസർ വന്ന് അതിൽ നിന്ന് ബ്ലഡും ചെലവുമെല്ലാം ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മുറിവ് കെട്ടിക്കൊടുക്കുന്ന പാലിയേറ്റീവ് ക്ലിനിക്കിൻ്റെ തലത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ക്യാൻസർ രോഗിയെ അല്ല ആത്യന്തികമായി സ്നേഹിക്കുന്നത്, അതിൻ്റെ അപ്പുറത്ത് അള്ളാഹുവിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയുമാണ്. ആ സ്നേഹത്തിൻ്റെ ഭാഗമായുള്ള കടപ്പാടാണ് നിർവഹിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിം യുവാക്കളും മുസ്ലിം ബഹുജനവുമെല്ലാം വിശേഷിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഏരിയയാണിത്. നോക്കൂ, നിങ്ങളുടെ അയൽപ്പക്കത്ത് ചോർന്നൊലിക്കുന്ന വീട്ടിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ വേദനയായി മാറുകയും അയാളുടെ വീട്ടിൻ്റെ മുകളിൽ ഏറ്റവും മിനിമം ഒരു ടാർപോളിനെങ്കിലും കെട്ടിക്കൊടുക്കാനുള്ള സാമ്പത്തിക സമാഹരണത്തിലെങ്കിലും നിങ്ങൾ പങ്കെടുക്കുന്നുവെങ്കിൽ അത് ചോർന്നൊലിക്കുന്ന വീട്ടിലെ 1.5 വയസ്സായ അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ തൊട്ടിലിൽ വീഴുന്ന മഴത്തുള്ളികളിൽ നിന്നുള്ള രക്ഷ എന്ന നിലക്ക് അവർക്ക് ചെയ്തു കൊടുക്കുന്ന സേവനത്തിൻ്റെ അപ്പുറത്ത് ഒരു മുസ്ലിം എന്ന നിലക്ക് വ്യക്തി ജീവിതത്തിൽ താങ്കൾ നിർവഹിക്കുന്ന ബാധ്യതയും അതിലൂടെ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കലുമാണ് എന്നത് ഒരു അടിസ്ഥാനപരമായ വസ്തുതയാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, പൊതുസമൂഹത്തിൽ വെച്ച്, വിശേഷിച്ച് അനാഥനുള്ളിടത്ത് വെച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ചുംബിക്കരുത്. അനാഥനുള്ളിടത്ത് വെച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചുംബിക്കുമ്പോൾ അവൻ്റെ ഉപ്പയെക്കുറിച്ചും അവൻ സനാഥനായിരുന്ന ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചുമൊക്കെ ചിന്തിക്കുകയും അവൻ അസ്വസ്ഥനാവുകയും ചെയ്യും. ആ കുഞ്ഞു ഹൃദയത്തിൻ്റെ വേദനകളെപ്പോലും തിരിച്ചറിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ച ഈ കാര്യങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നിർവഹിക്കുന്നത് പ്രവാചക സ്നേഹമാണ്. അതല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ ലോകം മുഴുവൻ ശാന്തമായി ഉറങ്ങുന്ന രാത്രിയിൽ, രാക്കുയിലിൻ്റെ രാഗമുയരുന്ന രാവിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. ഫുട്ബോൾ മേളകൾക്ക് വേണ്ടി അലാം ക്ലോക്ക് വെച്ച് ആ അലാം ക്ലോക്ക് അടിക്കുമ്പോൾ ചാടി എണീറ്റ് നൈമറിൻ്റെയും മെസ്സിയുടെയും ബ്രസൂക്ക് കൊണ്ടുള്ള ഗോൾ വല കുലുക്കുന്ന രംഗം കാണാൻ വേണ്ടി പരിശ്രമിക്കുന്ന താങ്കൾ രാത്രി, ലോകമുറങ്ങുന്ന രാത്രിയിൽ അലാം ക്ലോക്ക് വെച്ച് എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ അത് പ്രവാചക സ്നേഹമാണ്. ഈ പ്രവാചക സ്നേഹം ഒരു വ്യക്തി എന്ന നിലക്ക് നടപ്പിലാക്കുന്നിടത്ത് താങ്കൾക്ക് ചില റിസ്ക് ഉണ്ട്. ഇത് കേവലമായ ആനന്ദമല്ല, മറിച്ച് ഒരു സമൂഹത്തിൻ്റെ പൾസറിഞ്ഞ്, സ്വന്തം വ്യക്തിത്വത്തിൻ്റെ അവസ്ഥയറിഞ്ഞ്, സ്വന്തം കുടുംബത്തിൻ്റെ സാഹചര്യം അറിഞ്ഞ് ജീവിക്കുന്ന സമൂഹത്തിലെ ശക്തനായ ഒരു വക്താവായി ജീവിക്കുകയും ഇസ്ലാമിനെ സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ സജീവമായി അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്, അല്ലെങ്കിൽ പ്രവാചക കൽപ്പനകളെ സാക്ഷാത്കരിക്കുക എന്നതാണ് പ്രവാചക സ്നേഹം. ആ പ്രവാചക സ്നേഹത്തിൽ പങ്കാളിയാകാൻ ഞങ്ങൾ താങ്കളെയും ക്ഷണിക്കുകയാണ്. അത് ഞാൻ നേരത്തെയൊക്കെ ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഒരിക്കലും അത് ഒരു കേവലമായ പ്രകടനങ്ങളുടെ അപ്പുറത്ത് മസ്തിഷ്കം കൊണ്ട്, മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ടുള്ള ആലോചനാപൂർവ്വമുള്ള ഇടപെടലുകളാണ്, പ്രമാണങ്ങൾക്ക് അടിസ്ഥാനത്തിലുള്ള ജീവിത പദ്ധതി സ്വീകരിക്കലാണ് എന്ന കാര്യത്തിൽ നമുക്കൊരിക്കലും ആ ഒരു വിഷയത്തിലൊരിക്കലും നമുക്ക് വീഴ്ച പറ്റരുത് എന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തെ, ഈ ദൗത്യം ഇവിടെ അവസാനിക്കുന്നു. ഈ വൈജ്ഞാനിക യാത്ര താങ്കൾക്ക് നൽകിയ തിരിച്ചറിവുകൾ: 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൽ വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയാണ്. 2. പ്രസ്തുത സ്നേഹം പ്രമാണങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കണം. 3. റബീഉൽ അവൽ മാസത്തിനോ പ്രസ്തുത മാസത്തിലെ ഏതെങ്കിലും ഒരു തീയതിക്കോ യാതൊരു പ്രത്യേകതയും ഇസ്ലാം നൽകുന്നില്ല. 4 ഖലീഫമാർ, ആയിഷ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, 4 മദ്ഹബിൻ്റെ ഇമാമുമാർ തുടങ്ങി ആരും ഇത്തരം ഒരു ആഘോഷം നടത്തുകയോ നമുക്ക് മാതൃക കാണിക്കുകയോ ചെയ്തിട്ടില്ല. 5 ഇസ്ലാമിലെ എല്ലാ അനുഷ്ഠാനങ്ങൾക്കും ആഘോഷങ്ങൾക്കും രൂപം, ക്രമം തുടങ്ങി എല്ലാം മതം നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട്. നബിദിനം അപ്രകാരമില്ലാത്തതിനാൽ അത് പിൽക്കാലത്ത് ഉണ്ടായതാണ് എന്ന് വ്യക്തമാണ്. 6 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തെക്കുറിച്ച് തർക്കമുണ്ട്. അതിനാൽ ആഘോഷം മരണത്തിൻ്റെ പേരിലായി മാറാം. 7 ഇത് ബിദ്അത്താണ് എന്ന്, നബിദിനം ആഘോഷിക്കാം എന്ന് പറയുന്നവരുടെ പ്രസിദ്ധീകരണങ്ങൾ തന്നെ പറയുന്നു. ഇവിടെ ഈ വൈജ്ഞാനിക യാത്ര അവസാനിക്കുന്നു. താങ്കൾക്ക് പഠിക്കാൻ ഏറെ ചിന്തകൾ നൽകിക്കൊണ്ട്, താങ്കൾക്ക് ചിന്തിക്കാനേറെ അവസരങ്ങൾ നൽകിക്കൊണ്ട്, സംവാദങ്ങളും ഖണ്ഡനങ്ങളും പ്രഭാഷണങ്ങളും ലഘുലേഖകളും CD-കളും ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരിത്തിരി വ്യത്യസ്തമായി ചെയ്യാൻ ശ്രമിച്ചത് താങ്കൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ, ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ അപ്പുറത്ത് ഇത് ഈ ഒരു രീതിയിൽ ഞങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ തീർച്ചയായും വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അപ്പുറത്ത് ഈ ഒരു ദൗത്യം നിർവഹിക്കുന്നതിൻ്റെ മുന്നിൽ വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. നാളെ പരലോകത്ത് പടച്ചറബിൻ്റെ കോടതിയിൽ കർമ്മരേഖകൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള വിചാരണയുടെ വേളയിൽ താങ്കളും ഉത്തരം പറയേണ്ടവനായി വരും. നമ്മളെല്ലാവരും അവിടെ സാക്ഷികളായി ഉണ്ടാകും. ആകാശത്തെ പടച്ച റബ്ബ്, സൂര്യനെ സൃഷ്ടിച്ച റബ്ബ്, അത് നിൽക്കേണ്ടിടത്ത് അതിനെ നിർത്തിയ റബ്ബ് നമ്മളെ മണ്ണിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും. സെമിത്തേരികളിൽ നിന്ന് മനുഷ്യനെ ചുട്ട് ചാമ്പലാക്കി അവനെ ഒഴുക്കിയ പുണ്യ ഗംഗ തീർത്ഥങ്ങളിൽ നിന്ന്, ചുടലക്കാടുകളിൽ നിന്ന്, പള്ളിയങ്കണങ്ങളിൽ നിന്ന് മനുഷ്യൻ എഴുന്നേറ്റ് വരുന്നൊരു ദിവസത്തെ സംബന്ധിച്ച് വളരെ ശക്തമായ ഖുർആൻ ചോദിച്ചിട്ടുണ്ട്. അയഹ്സബുൽ ഇൻസാനു അല്ല നജ്മഅ ഇളാമ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവൻ്റെ അസ്ഥികൂടങ്ങളെ ഇനിയും ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന്? ആ അസ്ഥികൂടങ്ങളെ ഒരുമിച്ച് കൂട്ടുകയില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മനുഷ്യനോട് പടച്ചതമ്പുരാൻ നിൻ്റെ അസ്ഥികൂടങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടുമെന്നല്ല പറഞ്ഞത്, മറിച്ച് ബലാ ഖാദിരീന അല അൻ നുസവ്വിയ ബനാന, നിൻ്റെ അസ്ഥികൂടങ്ങളെ മാത്രമല്ല ഞാൻ ഒരുമിച്ച് കൂട്ടുക, നിന്നെ ഞാൻ റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ട്
നിൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ മുഴുവൻ തന്നിട്ട് നിൻ്റെ വിരലുകൾ നിൻ്റെ ഫിംഗേഴ്സ് ഞാൻ വരക്കും. ഭൂമിയിൽ ഒരാളുടെയും ഫിംഗറുകൾ മറ്റൊരാളെ പോലെ ഇല്ല. അത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യപ്പെട്ട, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ കൈവിരൽ അടയാളങ്ങളെപ്പോലും കൃത്യമായി വരക്കാവുന്ന, തെളിയിക്കാവുന്ന പടച്ചതമ്പുരാൻ നമ്മളെ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു വരുമ്പോഴുള്ള വിചാരണയെ സംബന്ധിച്ച ആത്മബോധമായിരിക്കട്ടെ ഈ രംഗത്ത് പഠിക്കാനും ചിന്തിക്കാനും നമുക്കുള്ള പ്രേരകമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. തൽക്കാലം ഇവിടെ വിടവാങ്ങുന്നു. ഇനിയും കാണാം, ഇനിയും ഇത്തരം സംരംഭങ്ങളുമായി കടന്നു വരാം എന്ന ഒരു സുപ്രതീക്ഷയോടു കൂടെ നല്ലൊരു ദിവസത്തേക്കു വേണ്ടി, നല്ലൊരു നാളത്തേക്കു വേണ്ടി, ഇനിയും 1000 നന്മകൾക്ക് വേണ്ടി ഈ രാവ് തീരും മുമ്പ് ഇനിയും ഒരുപാട് വഴിദൂരം നമുക്ക് യാത്ര ചെയ്യാനുണ്ടെന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഈ അധ്യായം, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.